ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, ലക്ഷ്മീനാരായണ ഭഗവാനെ, ശ്രീ വെങ്കടേശ്വര, ശ്രീ പത്മാവതി, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് വെങ്കടാചല മഹാത്മ്യത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. എനിക്കിനി ഒരു 5 ദിവസം തന്നാൽ ഞാൻ ഇനിയും പറയും, എവിടേക്കും ആയിട്ടില്ല. ഇന്നലെ കല്യാണം സ്പീഡ് കൂട്ടിയെന്ന് ആൾക്കാർക്കൊരു പരാതി. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ എപ്പോഴും പെണ്ണ് വീട്ടിലത്തെ കാര്യങ്ങളല്ലേ അറിയാറ്, ആണുങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് അത്രപാട് ആരും അറിയാറില്ല. അതുകൊണ്ട് ആണിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചു. അത് കഴിഞ്ഞ് കല്യാണോത്സവം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്ന് ബാക്കി കഥയിലേക്ക് പോകാമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ കല്യാണോത്സവം ഗംഭീരമായിട്ട് കൊണ്ടാടുന്നു. ആ മക്കളെ ഒക്കെ നമസ്കരിക്കേണ്ടതാണ്. അത്ര ചൈതന്യം വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പരം പുണ്യം ഒന്നും കിട്ടാനില്ല. നമുക്ക് പ്രതീകങ്ങളിൽ കൂടെ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ഭഗവാനായിട്ട് വന്ന് എന്നൊന്നില്ല. വിശ്വം ഭഗവാനാണ് എങ്കിൽ ഓരോരുത്തരും ഭഗവാനാണ്. അതിൽ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ എത്ര കുറഞ്ഞ കലർപ്പുണ്ടോ അത്രയും അടുത്ത് നിൽക്കും. അതുകൊണ്ട് കുട്ടികൾ ഭഗവാനാണ്. അതുകൊണ്ട് അവരെയൊക്കെ കാണാൻ ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പരമഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ തന്നെ ശേഷാചലം, ഇവിടെ തന്നെ വൈകുണ്ഠം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് നേരത്തെ ആ മക്കളെ നമസ്കരിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അവസരമാണ്. മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചോളൂ. ഞാൻ ഒരിക്കൽ കൂടെ നാരായണനാമം പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് 4ാമത്തെ ദിവസം, സമാപന ദിവസത്തെ കഥയിലേക്ക് കിടക്കാം. ജനകൻ ചോദിക്കുകയാണ്, ആ കല്യാണം മുഴുവൻ കേട്ടു. പത്മാവതിയെ ശ്രീനിവാസൻ്റെ കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് പോകുമ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്നലെ പറഞ്ഞു, ശ്രീനിവാസ ഭഗവാനെ, അവിടുന്ന് പരമാത്മാവാണ്, കാര്യമൊക്കെ ശരിയാണ്, എന്നാലും അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, എൻ്റെ മകൾ നിങ്ങളെ കല്ലൊക്കെ എറിഞ്ഞിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്ലൈമറൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അതേപോലെ മകൾക്ക് പാതിവൃത്യധർമ്മത്തിനെ ഒരു അച്ഛൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണോ അതുപോലെ പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഭാര്യാധർമ്മം, പത്നീധർമ്മം എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടമ ചെയ്തു. ലോകമാതാവാണ് അമ്മ, അമ്മയ്ക്കത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മഹാത്മാക്കൾ അങ്ങനെയാണ്. അവർ മാതൃക കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നമസ്കരിക്കും, മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കും, വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കും, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കും, കൊള്ളേണ്ടതിനെ കൊള്ളും, തള്ളേണ്ടതിനെ തള്ളും. ഞാൻ ഈശ്വരനാണ്, ഞാൻ അറിഞ്ഞവനാണ്, അതുകൊണ്ട് എനിക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നവർ പറയാറില്ല. അങ്ങനെ പറയണമെങ്കിൽ പിന്നെ അവർ അവധൂതരായിരിക്കണം. അത് ആ തലത്തിലായിരിക്കണം. ഋഷഭയോഗീശ്വരനെ ഇവിടെ സ്മരിച്ചു. സാധാരണ ഭാഗവതത്തിലൊക്കെ ഋഷഭനെ അധികം സ്മരിക്കാറില്ല. അങ്ങനെ പറഞ്ഞു പോകും. ഋഷഭചരിത്രം ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു പോയുള്ളൂ. ഋഷഭചരിത്രം പഠിക്കേണ്ടതാണ്, എന്താണ് അവധൂത ധർമ്മം എന്ന് അറിയാൻ. അപ്പം ജനകൻ കഥ എത്ര എത്തി. ഇനി ഈ വെങ്കടേശ്വരൻ ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി നമ്മൾ ഇത്ര നേരം അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞതല്ല, ആ വൈകുണ്ഠത്തു നിന്ന് ഭൃഗു ചവിട്ട് കിട്ടി, അതിനുശേഷം അദ്ദേഹം ഭൂമിയിൽ വന്നു, വരാഹസ്വാമിയുടെ നിന്ന് സ്ഥലം മേടിച്ചു. ഈ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ഈ മഹാക്ഷേത്രം ഉണ്ടായി, ആ ക്ഷേത്രത്തിൻ്റെ മഹിമ എന്ത് എന്നുള്ളത് ഉള്ള സമയം കൊണ്ട് നമുക്ക് ചുരുക്കി പറയാം. നമുക്ക് ഏകദേശം 30 മിനിറ്റ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ 30 മിനിറ്റ് ഭഗവാൻ ആനന്ദമാക്കിയിട്ട് തന്നിട്ടുണ്ട്. ആ ആനന്ദമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് വീട്ടിലേക്ക്. കുറേ ഫാക്റ്റും ഫിഗറും അറിഞ്ഞിട്ട് കാര്യമില്ല. പല ആൾക്കാരും പറയും, ഓ ശരത്തേട്ടാ നിങ്ങളുടെ പ്രഭാഷണം ഭയങ്കര ഇൻഫർമേറ്റീവാണെന്ന്. അത് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ കടാരം കൊണ്ട് കുത്തിയ മാതിരിയും. കാരണം ഞാൻ ഇൻഫർമേഷന് വേണ്ടിയല്ല പറഞ്ഞത്, ഞാൻ ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടാണ് പറയണത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇരുന്നിട്ട്. പണ്ട് 4 ആൾക്കാരുടെ അടുത്ത്, താല്പര്യമുള്ളവരുടെ അടുത്ത് മാത്രം ഈ കൽപ്പാത്തിയിലും പുത്തൂരും ശേഖരിപുരത്തും ഇതൊക്കെ ചർച്ച ചെയ്ത് നടന്നിരുന്ന ഞാൻ ഈ വ്യാസപീഠത്തിൽ ഭഗവാൻ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയത് വളരെ യാദൃശ്ചികമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടാണ്. അവിടെയും ഇവിടെയും ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർമേഷൻ കഥകൾ കേൾക്കുമ്പോൾ സംഭവിക്കും.
കഥകൾ കേൾക്കുമ്പോൾ സംഭവിക്കും. ജനകനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഒന്നാമത്തെ ദിവസം കഥ കേട്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും എന്തിനാ ജനകൻ ഈ കഥ ചോദിച്ചത്. സ്വന്തം ചേട്ടൻ മരിച്ചുപോയി, ജീവിതത്തിലെ സകല പ്രാരബ്ധം അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് വീണു. തൻ്റെ മകളെയും വളർത്തണം, തൻ്റെ ഏട്ടൻ്റെ മക്കളെയും വളർത്തണം, രാജ്യം ഭരിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സദാനന്ദ മുനിയുടെ കഥ പറച്ചിൽ കേൾക്കണത്. അപ്പോൾ അദ്ദേഹം വെറുതെ വെങ്കടാചല മഹാത്മ്യം ആ കഥ കേട്ടു, നല്ല രസം, വെരി എൻ്റർടൈനിങ്, വെരി ഇൻഫർമേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം എടുത്തിട്ടുണ്ടാവണം. അങ്ങനെ എടുത്തു എന്ന് നമുക്കിപ്പോൾ ഈ വരുന്ന അധ്യായങ്ങളിൽ മനസ്സിലാവും. പുരാണം വിസ്തരിക്കുന്നില്ല. ജനകോവാച 12ാമത്തെ അധ്യായമാണ് വെങ്കടാചല മഹാത്മ്യത്തിൻ്റെ. ജനകോവാച തദക്കിം കരോത് കൃഷ്ണോ രാജ്യേസ്മിൻ പാർത്ഥസാരഥി തന്മമാചക്ഷ്വവിപ്രേന്ദ്ര യകൃതം ചക്രവാണിന. ആ വിവാഹത്തിൻ്റെ ശേഷം അല്ലയോ മഹർഷേ, അർജുനൻ്റെ സാരഥിയായിട്ടുള്ള ഭഗവാൻ പാർത്ഥസാരഥി ആ കൃഷ്ണൻ, അല്ലയോ മുനിശ്രേഷ്ഠ, ആ ചക്രവാണി എന്താണ് പിന്നെ ചെയ്തത്, അതിനുശേഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഏവം കാലേ ഗതേ തസ്മിൻ പറഞ്ഞിട്ട് ഷൺമുഖൻ്റെ കഥ സദാനന്ദ മഹർഷി സുബ്രഹ്മണ്യ സ്വാമിയും മഹാദേവനും ബ്രഹ്മാവും ഒക്കെ തിരിച്ചു പോകുന്ന ആ രംഗത്തേക്ക് പോവുകയാണ്. ഏവം കാലേ ഗതേ തസ്മിൻ ഷണ്മാസാശ്ച സമത്യയു നാരായണപുരാദൂത ആഗതോ വെങ്കടേശ്വരം. ബ്രഹ്മാവും ശിവനും വിഷ്ണുവൊക്കെ പോയി, എല്ലാ ദേവന്മാരും തിരിച്ചുപോയി. അവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവർ പോയി. നോക്കൂ, ഒരു ഉറുപ്പില്ലാണ്ട് തുടങ്ങിയ കല്യാണമാണ്. 1 രൂപ ചെലവാക്കാനില്ലാണ്ട് തുടങ്ങിയ കല്യാണം ലോകത്തിലെ ഏറ്റവും വലിയ വിവാഹോത്സവമായിട്ട് അവസാനിച്ചു. അതിന് കാരണം എന്താ? ഭഗവാന്റെ സാന്നിധ്യം, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം. ഭഗവാൻ വിചാരിച്ചാൽ എന്തും നടക്കും. കേരളത്തിലെ ഒരു വലിയ ജ്വല്ലറി ഉടമ, ഇതല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ്, ഇതും ഞാൻ ചെയ്തിരുന്ന പരസ്യങ്ങളാണ്, അതിനു മുൻപ് ഇന്ന് ഏറ്റവും വലിയ ജ്വല്ലറികളൊന്നാണ്. അതിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഒരു 10, 18, 20 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് എറണാകുളത്ത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് തുടങ്ങുക? എന്നോട് പറഞ്ഞു, എല്ലാ ഫണ്ടും റെഡിയാക്കിയിട്ടാണോ തുടങ്ങുക ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയില്ല, ഞാനൊരു 1000 ഉറുപ്പ്യ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും. അത് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം, പിന്നെ ഈശ്വരാനുഗ്രഹമാണ്. അങ്ങനെ പിടിച്ചു കയറുമ്പോഴേ കയറുള്ളൂ. വെങ്കടേശ മഹാത്മ്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ വെച്ചാൽ, ഭഗവാന് പോലും നമ്മുടെ അതേ കഷ്ടതകളുണ്ട് ഈ കലിയുഗത്തിൽ, ഈ ഭൂമിയിൽ. ഹി ഈസ് ഓൾസോ നോട്ട് സ്പെയർഡ്. എന്നാൽ എങ്ങനെ ഈശ്വരീയ സാന്നിധ്യം കൊണ്ട് ഏത് മഹാപ്രസ്ഥാനവും അല്ലെങ്കിൽ വലിയ 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 പ്രവർത്തികൾ പോലും സഫലമായിട്ട് തീരണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോജക്റ്റോ ജീവിതത്തിൽ ഒരു വമ്പൻ പ്രതിസന്ധിയോ നിൽക്കുന്നുണ്ടെങ്കിൽ വെങ്കടേശ മഹാത്മ്യത്തിലെ കുറഞ്ഞത് ശ്രീനിവാസ കല്യാണ ഭാഗം വായിക്കുന്നത് വളരെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും. ഞാൻ അതിൻ്റെ ഫലസിദ്ധി പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ എല്ലാവരും ഒന്ന് സെറ്റിലാവണേ ഉള്ളൂ തോന്നി. നേരത്തെ ബഹളം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ആ ഒരു വേറൊരു എനർജിയാണ് അവരുടെയും. അങ്ങനെ സദാനന്ദ മഹർഷി പറയണ 6 മാസക്കാലം കല്യാണം കഴിഞ്ഞവർ പർവ്വതം കയറുന്നു. ഇന്ന് നേരെ പർവ്വതത്തിലേക്ക് ഹണിമൂൺ പോവുക അല്ലേ? ഇന്ന് നേരെ പർവ്വതത്തിലേക്കാണ് ഹണിമൂൺ പോവുക. പർവ്വതത്തിൽ പോരുത്. 6 മാസക്കാലം പർവ്വതം കയറാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അവർ പോയില്ല. ഇങ്ങനെ 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം നാരായണപുരത്ത് നിന്ന് വെങ്കടേശ്വര സ്വാമിയുടെ താമസിക്കുന്ന അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇന്ന് അതിനെ അലമേലു മങ്കാപുരം എന്ന് പറയും. അലമേലു മങ്കാപുരത്താണ് ഭഗവാൻ താമസിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസക്കാലം. അവിടെ വാതിൽക്കൽ വന്നിട്ട് ഒരു പരിചാരകൻ തട്ടുകയാണ്. അപ്പോൾ ഭഗവാൻ വാതിൽ തുറന്നു. അങ്ങനെ കാണാൻ നാരായണപുരത്തു നിന്നൊരു ദൂതം വന്നിട്ടുണ്ട്. മുഖഭാവം കണ്ടിട്ട് അത്ര സുഖമല്ല, ഇത് ശരിയല്ലായ്മയുണ്ട്. കഥയിൽ വീണ്ടും ഡ്രാമ വരികയാണ്. നമ്മളൊരു വിവാഹമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ സന്തോഷമൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഡ്രാമയ്ക്ക് അവസാനമില്ലല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ. ആ സമയത്ത് അമ്മ കുളിക്കാനായിട്ട് സുവർണമുഖി നദിയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ദേവി തോർത്തും ഇഞ്ചയും താളിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ്
കണ്ടപ്പോൾ ആ യൂണിഫോമോ പട്ടാളക്കാരനാണേ തൻ്റെ അച്ഛൻ്റെ പട്ടാളക്കാരനല്ലേ, അതെന്താ ഇവിടെ വന്നിരിക്കണാവോ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയ ആളും വന്നു. എന്താണെന്ന് ചോദിച്ചു. എന്തിനാ വന്നിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് ഒരു മ്ലാനതയാണ്, അയാൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ പത്മാവതി ചോദിക്കുക, അല്ലയോ ദൂത, നിങ്ങൾ എന്തിനാ വന്നത്? രാജാവോ രാജപുത്രനോ തൊണ്ടമാനോ ആരാ? ഇളയച്ചനാണ് തൊണ്ടമാൻ. ആകാശരാജാവാണോ അയച്ചത്, അതോ എൻ്റെ അനിയനാണോ അയച്ചത്, അതോ ഇളയച്ചനാണോ അയച്ചത്? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? എൻ്റെ അച്ഛനമ്മമാർക്ക് സുഖല്ലേ? രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തൊണ്ടമാനും സുഖം തന്നെയല്ലേ എൻ്റെ ഇളയച്ചനും എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കും, എൻ്റെ പ്രജകൾ സുഖമായിട്ടിരിക്കണില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം വിങ്ങി പൊട്ടും. ഇദ്ദേഹം പറയും, കിം വദിഷ്യാമി ഹേ മാത വിദുസ്തേ കാലാഗത. അച്ഛൻ്റെ കാലം വന്നിരിക്കുന്നു, അച്ഛൻ മരണശയ്യയിലാണ്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു അപസ്മാരം ബാധിച്ചിരിക്കുകയാണ്. മരണാഭിമുഖോ ഭൂത്വ, മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ മഹാത്മാവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആകാശരാജാവിന് വയ്യാതായി എന്നറിഞ്ഞ ഉടനെ തന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് കയ്യും കാര്യം തളർന്നു. അമ്മ അങ്ങനെ കുഴഞ്ഞ് വീഴാൻ പോയപ്പോൾ ഭഗവാന്റെ ആ തിരുനെഞ്ചിൽ ഇങ്ങനെ ചാരി അങ്ങോട്ട് നിന്നു എന്നാ പറയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കാതെ നമുക്ക് പോയി നോക്കാമല്ലോ, നീ സങ്കടപ്പെടണ്ട, നീ കുളിച്ചു വന്നായിരുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് നാരായണപുരത്തേക്ക് പുറപ്പെടാം എന്ന് പറയും. അപ്പോൾ ദൂതം പറയും, അത് തന്നെയാണ് വേണ്ടത്. കാരണം നിങ്ങളെ രണ്ടുപേരെയും ഒരു നോക്ക് കണ്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ രോഗത്തുനിന്ന് മോചിതനാവാൻ സാധിക്കും എന്ന് പറയും. അപ്പം ഭഗവാൻ ഉടനെ തന്നെ ബഹളമാതാവിനെ വിളിച്ചിട്ട് പറയും, അമ്മേ, പത്മാവതി അച്ഛന് തീരെ സുഖമില്ല, ഞാൻ പോകുന്നുണ്ട്, അമ്മയും വരണോ? ഒരു മര്യാദയാണല്ലോ നമുക്കൊന്ന് പോയിട്ട് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ബഹളമാതാവ് പറയും, ഞാൻ വരാഹസ്വാമിയുടെ അനുവാദം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വരാഹസ്വാമിയോട് പോയിട്ട് പറഞ്ഞ് ആ അമ്മയും അതേപോലെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ആ വീടിൻ്റെ നാഥൻ, അവർക്ക് ആതിഥേയരായിട്ട് ആരാ ഉള്ളത്? അഗസ്ത്യ മഹർഷിയാണ്. മഹർഷി പറയും, ഞാനും വരാം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷിയും ബഹുളാദേവിയുടെയും കൂടെ ആ അകമ്പടിയോട് കൂടിയിട്ട് അവർ നാരായണപുരത്തേക്ക് വൈകാണ്ട് തന്നെ എത്തിച്ചു ചേർന്നു. ആ ചെന്ന് രാജാവ് കിടക്കണ മുറിയുടെ വാതിൽക്കൽ എത്തുമ്പോഴേക്കും തന്നെ ആ പോണ വഴിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ മ്ലാനരായിട്ട് നിൽക്കുകയാണ്. അതായത് മരണം നടന്നോ എന്ന് തോന്നുന്ന വിധത്തിൽ. അങ്ങനെ ആ അകത്തേക്ക് ചെല്ലുമ്പോൾ രാജാവ് സ്വബോധമില്ലാണ്ട് കിടക്കുകയാണ്. പത്മാവതി അച്ഛനെ അങ്ങോട്ട് കുറച്ചു നേരം നോക്കി നിന്ന് അപ്പോഴാണ് അമ്മ വരണം കണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. ഭഗവാൻ മെല്ലെ ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള മരുമകനെ പോലെ, ജാമാതാവിനെ പോലെ ആ പിതാവിൻ്റെ കാൽക്കലൊന്ന് തൊട്ടുകരെ വെച്ചിട്ട് ആ പാദത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് മെല്ലെ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു അത്രേ. അങ്ങനെ വിളിച്ചപ്പോഴും വളരെ മെല്ലെ ഭഗവാന്റെ ശബ്ദം കേട്ടപ്പോൾ അത്രയും ദിവസം അത്രയും നാളുകളായിട്ട് കണ്ണു തുറക്കാണ്ടിരുന്ന ആകാശൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ഇങ്ങനെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറയില്ലേ, അങ്ങനെയാണ് കാണുന്നത്. തെളിഞ്ഞു കാണുന്നില്ല ഭഗവാന്റെ മുഖം. യുധിഷ്ഠിരൻ പണ്ട് രാജസൂയത്തിൽ അഗ്രപൂജ നടത്തുന്ന സമയത്ത് ഭഗവാനെ കാല് കഴിക്കും. ഈ കാല് കഴിക്കുന്ന സമയത്ത് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് മുഴുവനായിട്ട് അവാത ചൂടൊന്ന് കാണാൻ പറ്റണം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, കാലിൻ്റെ അവിടെ നിന്ന് നോക്കി ഇങ്ങനെ നോക്കി 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 അരക്കെട്ടൊക്കെ എത്തുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് ഒഴുകണ കാരണം കാണാൻ പറ്റില്ല. ശരി, എന്നാൽ മോളിൽ നിന്ന് താഴോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ പീലിത്തിരിമുടിയിൽ നിന്ന് അങ്ങനെ വന്ന ആ സൂര്യസ്പർദ്ധി കിരീടത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ട് നെറ്റിൽ അവിടെ എത്തുമ്പോഴേക്കും കണ്ണീരണിഞ്ഞിട്ട് അവിടുന്ന് താഴോട്ട് കാണാൻ പറ്റില്ല അത്ര. ഇത് തന്നെയാണ് വേദാന്തത്തിൽ വലിയൊരർത്ഥമുണ്ടെന്നുണ്ടെങ്കിലും ഭട്ടതിരിപ്പാട് അസ്പഷ്ടം ദൃഷ്ടമാത്രമേ എഴുതി വെച്ചത്. അത് ഭഗവാനെ നോക്കാൻ പറ്റില്ല, ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കില്ല നമുക്ക്. കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്തു നിന്നുള്ള എന്താ ഒരു വിങ്ങൽ അങ്ങോട്ട് പൊട്ടി പുറപ്പെട്ട് വരുന്നത് കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ ആകാശരാജാവ് മരണാസന്നനായതുകൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തത് കൊണ്ടോ അല്ല, തൻ്റെ കൽപ്പത്തിൽ കട്ടിലിൻ്റെ അവിടെ കാൽക്കലിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. മരണകാലം വരുമ്പോൾ മനുഷ്യർക്ക് പല വീണ്ടും വിചാരങ്ങളും വരും, പക്ഷെ അപ്പോഴേക്കും കറക്റ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഇവരുടെയൊക്കെ പ്രായത്തിൽ നമസ്കരിക്കാൻ പഠിക്കണം. 50-60 വയസ്സായിട്ട് മുട്ട് വളയാണ്ടായിട്ട് നമസ്കരിക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് ഇപ്പോൾ മുട്ട് വരില്ല, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കാറില്ല പറഞ്ഞില്ല. ഞാൻ നല്ലോണം നമസ്കരിച്ചിട്ടുണ്ട്, ആവണ കാലത്ത് നിന്നെങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നല്ലോണം നമസ്കരിച്ച് ശീലിച്ചവന് മുട്ട് വളയും ഏത് പ്രായത്തിലും. ഇട്ടുകൊടുക്കാൻ പഠിക്കണം അവനവൻ്റെ ശരീരത്തിന്. ആകാശരാജാവ് അങ്ങനത്തെ ഒരു പുണ്യാത്മാവായിരുന്നു. ഭഗവാന്റെ ശാപം കിട്ടിയ ആളാണ്, എന്നാൽ പുണ്യം നേടിയിട്ടുള്ള ആളുമാണ്. ഇപ്പോൾ അദ്ദേഹം ഭഗവാനെ കണ്ട് വളരെ ശ്രമപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കി വറയ്ക്കണ ചുണ്ടുകളോട് കൂടിയിട്ട് ആദ്യം ഉച്ചരിച്ചത്
ഗോവിന്ദ എന്നാണ് പറയുന്നത്. ഗോവിന്ദ എന്നാണ് ആദ്യം ഉച്ചരിച്ചു. ഈ രക്ഷ വേണ്ടപ്പൊക്കെ ഭഗവാന്റെ ഈ നാമമാണ് വിളി വരിക, വായിൽ വരിക. ഗോവിന്ദ എന്ന് രണ്ടുപേര് സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ മജ്ജയും മാംസമൊക്കെ ആയിട്ട് നടന്ന കാലത്ത്, ശരീരമായി നടന്ന കാലത്ത് രണ്ടുപേര് കൃഷ്ണ എന്നോ മധുസൂദനെന്നോ ഒന്നും മറ്റുള്ളവർ വിളിക്കണമാതിരി വിളിക്കില്ല. അവർ രണ്ടുപേരും മാത്രമായിരിക്കുമ്പോൾ അങ്ങനെ വിളിച്ചു. രണ്ടുപേരാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഒന്ന് ദ്രൗപദി, രണ്ട് അർജുനൻ. ഇവർ രണ്ടുപേരും ഭഗവാനെ ഗോവിന്ദ എന്നല്ലാതെ വേറെ വിളിച്ചിട്ടില്ല. ഭഗവാന്റെ ഏറ്റവും അടുത്ത രണ്ടാൾക്കാരാണ്. ഭഗവാന്റെ ജീവിതത്തിൽ തന്നെ ഭഗവാന്റെ പത്നിമാർ പോലും അതിനുശേഷം വരുള്ളൂ. ഭഗവാന്റെ ഏറ്റവും അടുത്ത രണ്ടാൾക്കാരാണ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരാണ്, കൃഷ്ണയും അർജുനും. ആ ഭഗവാനെ ഗോവിന്ദ ദ്വാരകാവാസം എന്ന് വിളിച്ചിട്ടാണ് ദ്രൗപദി വസ്ത്രത്തെ നേടിയത്. ഇവിടെ ഗോവിന്ദ എന്ന് വിളിച്ചു, അതിനുശേഷം വാസുദേവ എന്ന് വിളിച്ചു, ലോകനായക എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവസാന കാലമായി എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിൽ പരമൊരു ഭാഗ്യം എനിക്കിനി വരാനില്ല, എൻ്റെ സമയം അവസാനിക്കാറായി. അതിലെനിക്കൊരു വിഷമവുമില്ല. ശരീരം എന്നത് നശ്വരമായിട്ടൊരു വസ്തുവാണ്, അതെപ്പോഴാണെങ്കിലും പോകണം, ബാക്കിയൊക്കെ നിൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് എൻ്റെ മരുമകനാണല്ലോ നീ, അതുകൊണ്ടൊരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. എൻ്റെ രണ്ടാമത്തെ കുട്ടി, ഈ വസുധാനൻ, പത്മാവതിയുടെ അനിയൻ, അവൻ ചെറിയ കുട്ടിയാണ്. എൻ്റെ അനിയൻ തൊണ്ടേമാനാണെങ്കിലും ചെറുപ്പമാണെങ്കിലും അവനും എന്നെ സംബന്ധിച്ചിടത്തോളം കെട്ടും പൊട്ടും അറിയാത്ത ഒരാളെ പോലെ ഞാൻ അവനെ കാണാറ്. അവർക്ക് രണ്ടുപേർക്കും വേണ്ട മാർഗനിർദ്ദേശത്തെ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ രക്ഷിക്കണം എന്നാണ്. അങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം തല തിരിച്ചിട്ട് മകൾ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കി. അവിടെ മുന്നിലേക്ക് നിർത്തി അമ്മ. അപ്പം പറയും, രണ്ട് കൈ കൂപ്പിയിട്ട് ആ മകളെ തൊഴും അച്ഛൻ. എന്നിട്ട് പറയും, മകളെ ലോകജനനി എന്നാണ് വിളിക്കുന്നത്. മകളെ ലോകജനനി എന്നാണ് വിളിക്കണത്. അതായത് ഇങ്ങനത്തെ അച്ഛനമ്മമാരുടെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഭാഗ്യമാണ്. ഞാൻ 2 ദിവസം മുൻപ് പറഞ്ഞല്ലോ, യശോദ വെറും കൃഷ്ണൻ്റെ വളർത്തമ്മയല്ല, പരാശക്തിയെ പ്രസവിച്ചവളാണ്. യശോദയുടെ ഗ്രേറ്റ്നെസ് അതാണ്. ദേവകിയുടെ ഗ്രേറ്റ്നെസ് എന്താ? സാക്ഷാൽ നാരായണനെ പ്രസവിച്ചവളാണ് അല്ലേ? ഇവരുടെയൊക്കെ, അല്ലെങ്കിൽ വസുദേവൻ, നന്ദഗോപര് എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കശ്യപൻ, അതിഥി, കൃഷ്ണി, സുതപസ്, ഇവരുടെയൊക്കെ ഗ്രേറ്റ്നെസ്സാണ്. ദിവ്യമായിട്ടുള്ളൊരു ജന്മത്തിനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം കൊടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ധർമ്മം സംസ്ഥാപിക്കാനായിട്ട് അവരെ ഉപയോഗിച്ചു ഭഗവാൻ എന്നുള്ളതാണ് അവരുടെ ഭാഗ്യം. പക്ഷെ അവരുടെയൊക്കെ ജീവിതം സുഖകരമായിരുന്നോ? ഭഗവാന്റെ അച്ഛനും അമ്മയാണെന്നുള്ളതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം സുഖകരമായിരുന്നോ? ദശരഥയുടെയും കൗസല്യയും ഒക്കെ നോക്കൂ, ട്രാജഡികളാണ്. ഭഗവാൻ ഏത് വീട്ടിൽ ജനിക്കുന്നോ അവിടെ സങ്കടക്കടലായിരിക്കും. കാരണം ഈ സങ്കടക്കടലിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയുടെ വാല്യൂ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഒരു കല്യാണോത്സവം കഴിഞ്ഞിട്ട് ഉടനെ വരണത് ഒരു മരണരംഗമാണ്. സാധാരണ ഒരു പുരാണത്തിൽ കാണില്ല. ഇങ്ങനെ കല്യാണോത്സവമാണ് ക്ലൈമാക്സ് വരേണ്ടത്, അത് വന്നില്ല. 6 മാസം തികഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. അവർ മലയിലേക്ക് തിരിച്ചു പോയിട്ട് പോലുമില്ല, ഇപ്പോഴും അതിഥികളായിട്ട് താമസിക്കുന്നു. അപ്പോഴാണ് ഈ വിളി വരുന്നത്. ആ മകളെ നോക്കിയിട്ട് അദ്ദേഹം പറയും, അല്ലയോ ലോകജനനി, നിന്നെക്കൊണ്ട് എൻ്റെ വംശം സങ്കല്പിക്കാവുന്നതിലും വലിയ സ്ഥാനത്തേക്ക് എത്തിയെന്നാണ്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുക, ആചന്ദ്രതാരം എന്ന് പറഞ്ഞിട്ട് ആ കണ്ണുകളെ ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് കൈകൊണ്ടൊരാംഗ്യം കാണിച്ചു. മകളുടെ അടുത്തൊന്ന് ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ, ഒന്നിച്ച് കാണാൻ. അപ്പോൾ അവൾ ഈ കിടക്കട ഇപ്പുറത്ത് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു. ആ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അദ്ദേഹം കണ്ണടച്ചു. ഒരു ജ്യോതിസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്ന് ഭഗവാനിൽ ഇരിക്കുകയും ചെയ്തു. ആകാശരാജാവിൻ്റെ ദഹനക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പൊടുന്നനെ ദൂരെ മാറി കരഞ്ഞുകൊണ്ടിരുന്ന ധരണീദേവി ഓടി വന്ന് ആ അഗ്നികുണ്ഡത്തിലേക്ക് ചാടി അവരും ശരീരത്തെ ത്യജിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട്, ഏതാനും നിമിഷം കൊണ്ട് പത്മാവതി വസുധാനനും അനാഥരെ പോലെ ആയി എന്ന് വേണമെങ്കിൽ പറയാം.
ഭഗവാൻ അവിടെ ഭർത്താവായിട്ടുണ്ട്, എന്നാലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. കർമ്മക്രിയകളൊക്കെ ചെയ്തു രണ്ടുപേർക്കും. അതിനുശേഷം പത്മാവതിയും ഭഗവാനും ബഹുളാദേവിയും കൂടി അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവരവിടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ അടുത്ത എന്താ പറയുക, അവരുടെ അദ്ദേഹം ഭഗവാന്റെ താമസ സ്ഥലത്തേക്ക് പോകേണ്ട ആൾക്കാരായിരുന്നെങ്കിലും ഏറിയാലും 1.5-2 മാസമാണ് ഭഗവാനും അമ്മയും സന്തോഷമായിട്ട് അവിടെ ഇരുന്നത്. അപ്പോഴേക്കും ഇത്രയും വലിയൊരു ദുഃഖം വന്നതുകൊണ്ട് പത്മാവതിയുടെ സകല എന്താ പറയുക സന്തോഷവും ചോർന്നു പോയ പോലെ പോയി. ഇതിനെയൊക്കെ ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ, ഈ ദുഃഖ ദുരിതങ്ങളെയൊക്കെ ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ വേറൊരു കുഴപ്പം ആ സമയത്തുണ്ടായി. പത്മാവതിയുടെ അനിയൻ വസുദാനനും ആകാശരാജാവിൻ്റെ അനിയൻ തൊണ്ടമാനും ഇളയച്ചനും തമ്മിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് തർക്കം. പറയാൻ രണ്ടുപേരും വളരെ നല്ല ആൾക്കാരാണ്. പക്ഷെ അധികാരമല്ലേ, അധികാരം തൊട്ടാൽ ആരും നശിക്കും. അധികാരം തൊട്ടാൽ ആരും നശിക്കും. എവിടെ അധികാരമുണ്ടോ അവിടെ മനസ്സിൽ വിഷം വരും. പണ്ട് ആഞ്ഞം തിരുമേൻ്റെ അടുത്ത് കേരളത്തിലെ പ്രമുഖനായൊരു രാഷ്ട്രീയ നേതാവ്, അന്നത്തെ പ്രധാനപ്പെട്ട ഒരാൾ, മന്ത്രി, ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ഭക്തൻ, ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ ആളെ മനസ്സിലാവും. അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം രൂപീകരിച്ചപ്പോൾ ആഞ്ഞം തിരുമേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് ദേവസ്വത്തിൽ മെമ്പറാവണം, ഭരണത്തിൽ മെമ്പറായിട്ട് വരണം എന്ന് പറഞ്ഞു. പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കരുണാകരനാണ് പറഞ്ഞത്, യശശരീരനായ നേതാവ്. അദ്ദേഹം ചെന്ന് ഉണർത്തിച്ചു. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു ആഞ്ഞത്തിൻ്റെ അവിടെ. അപ്പോൾ ആഞ്ഞം കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞത്രേ, കരുണാകര, ഞാൻ ഗുരുവായൂർ വന്നത് ഭജിക്കാനാ, ഭരിക്കാനല്ല. അതാണ് മനസ്സിലാക്കേണ്ട വിഷയം. അതിലെല്ലാം ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും പറയേണ്ടതില്ല. ഇവിടെ ഇത്ര നല്ലവർ, ഇത്ര നല്ലൊരു അച്ഛൻ്റെ മകൻ, ഇത്ര നല്ല ഒരു വ്യക്തിയുടെ അനിയൻ, ജ്യേഷ്ഠൻ്റെ അനിയൻ, സാക്ഷാൽ ഭഗവാൻ കല്യാണം കഴിച്ച് പോയിരിക്കുന്നു, മഹാലക്ഷ്മി പോയി വളർന്ന വീട്, അവിടെയാണ് ഈ സ്പർദ്ധ. കൃഷ്ണൻ ഉണ്ടായിട്ടും യുദ്ധം ഉണ്ടായല്ലോ. കൃഷ്ണനാണ് യുദ്ധം ഉണ്ടാക്കിയതെന്ന് ഇന്നത്തെ കാലത്ത് പല ഇഡിയറ്റുകളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കൃഷ്ണൻ എവിടെയും യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല. അത് മഹാഭാരതം താലിയും പാലും ഇല്ലാണ്ട് പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തിന് അവകാശം മകനായി എനിക്കാണെന്നും, അല്ല ചേട്ടൻ മരിച്ചു കഴിഞ്ഞത് കൊണ്ട് എനിക്കാണ് അവകാശം എന്ന് തൊണ്ടമാനും കടുത്ത വാദപ്രതിവാദമായി അവസാനം വാദപ്രതിവാദം മൂർച്ഛിച്ച് രണ്ടുപേരും അന്യോന്യം യുദ്ധം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിച്ച് വാർ ഡിക്ലെയർ ചെയ്തു. ഇതോടുകൂടിയിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും രണ്ട് ചേരി. അങ്ങനെയാണല്ലോ നാച്ചുറലി. മന്ത്രിമാർ ഒരു ഒക്കെ വെവ്വേറെയായി, സൈന്യം വെവ്വേറെ, എല്ലാവരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരാളുടെ സഹായം കൂടിയേ പറ്റും, ഭഗവാന്റെ സഹായം വേണം. ആ ഭഗവാനെ ആര് കൂടെ നിർത്തും? അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അഗസ്ത്യാശ്രമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ദിവസം ഭഗവാൻ രാവിലെ ഇതുമാതിരി കുളി സന്ധ്യാവന്തനാദികളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പുറപ്പെടുമ്പോണ്ട് തൊണ്ടമാനും വസുദാനും കൂടെ എഴുന്നള്ളിയിരിക്കുന്നു. ഇതെന്താ രണ്ടുപേരും കൂടെ എഴുന്നള്ളിയിരിക്കണം എന്ന് വിചാരിച്ചു. രണ്ടുപേരും അന്യോന്യം നോക്കണില്ല, ബോഡി ലാംഗ്വേജ് ശരിയല്ല, രണ്ടുപേരുടെയും ചിരിയില്ല, ഒന്നുമില്ല. രണ്ടുപേരും കാര്യം പറഞ്ഞു, ഞങ്ങൾ തമ്മിലിപ്പോൾ സ്പർദ്ധയാണ് എന്ന് പറഞ്ഞു. ഭഗവാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാട്ട്, ഭഗവാന്റെ രീതി അതാണല്ലോ, ഡിപ്ലോമസിയുടെ രാജാവാണല്ലോ ഭഗവാൻ. രണ്ടുപേരും അതിസൽക്കാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ സഹായം ചോദിച്ചു വന്നിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ എൻ്റെ പത്നിയോടുകൂടെ ചോദിച്ചതിന് ശേഷം യുക്തമായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് പത്മാവതിയുടെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ചേട്ടനും ഇളയച്ചനും വന്നിട്ടുണ്ട്. പറയും എനിക്ക് സന്തോഷമായിട്ട് അവൾ എണീച്ച് വരാൻ പോകുമ്പോഴേക്കും പറയേ അല്ലല്ല, നിനക്ക് ഒരു കാര്യമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ആരുടെങ്കിലും ഒരാളുടെ ഭക്ഷണം ചേരേണ്ട അവസ്ഥയിലെത്തിച്ച് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്, പക്ഷെ വസുദാനൻ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങ് അവൻ്റെ കൂടെ നിൽക്കണം. ആ ചേച്ചിയുടെ സ്നേഹം അവിടെ കാണിച്ചു. ഇളയച്ചന് അങ്ങേക്ക് യുക്തമായിട്ടുള്ളത് എന്താച്ചാ ചെയ്യാമെന്ന്. ദുര്യോധനന് നാരായണ സൈന്യത്തിനെയാണ് കൊടുത്തത് ഭഗവാൻ, അല്ലേ? അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല, ബട്ട് ഐ വിൽ ബി ദേർ.
ഞാൻ നിൻ്റെ തേര ഓടിച്ചോളാം എന്ന് പറഞ്ഞ് അതേപോലെ പുറത്ത് വന്നിട്ട് ഭഗവാൻ പറഞ്ഞു, തീരുമാനമായി, ഞാൻ തൊണ്ടമാന് എൻ്റെ ശംഖും ചക്രവും തരാം. ആലോചിച്ചു, സുദർശന ചക്രമാണ് എടുത്ത് കൊടുക്കുന്നത്. സുദർശന ചക്രം ഞാൻ തരാം, എന്നെ അനിയനും തരാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ മൂപ്പര് യുദ്ധം ചെയ്യും, ഇവിടെ വെങ്കടേശ്വര സ്വാമി യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധത്തിനുള്ള മുഹൂർത്തം കുറിച്ചു. പടക്കളം സെറ്റായി. ഭഗവാൻ ശുഭമുഹൂർത്തത്തിൽ രഥാരോഹണം ചെയ്തു. പത്മാവതി തന്നെയാണ് ഭഗവാനെ താലമൊക്കെ കാണിച്ച് രഥത്തിൽ കയറ്റിയത്. യുദ്ധം തുടങ്ങി. അങ്ങനെ ആ യുദ്ധം തകർത്ത് നടക്കണതിൻ്റെ ഇടയിൽ ബലാബലം. കാരണം എന്താ വെച്ചാൽ തൊണ്ടമാൻ്റെ കയ്യിൽ ഈ വൈഷ്ണവ ശക്തിയായിട്ടുള്ള ചക്രം ഇരിക്കുന്നത് കൊണ്ട് വസുധാനൻ്റെ സൈന്യങ്ങളെ നിമിഷാർദ്ധം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ ശാർങ്കം കൊലച്ച് അതിൽ അതിഗംഭീരമായിട്ടുള്ള ബാണങ്ങൾ തൊടുത്ത് തൊണ്ടമാൻ്റെ സൈന്യത്തിന് നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അവസാനം തൊണ്ടമാൻ്റെ മകൻ ഭഗവാനോട് എതിരിട്ടു. അവൻ എടുത്തിയാട്ടക്കാരൻ. അവൻ എന്ത് ആരെന്നൊന്നും നോട്ടമൊന്നുമില്ല. ഭഗവാനെ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവൻ്റെ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞൊരു വഴിയായി. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ കസ്റ്റഡിയിൽ ഇരിക്കണതാണെങ്കിൽ അവനും കൂടെ കസ്റ്റഡിയിലാണല്ലോ. അപ്പോൾ അവൻ സുദർശനത്തിനെ സ്മരിച്ചു. സുദർശനം പ്രത്യക്ഷപ്പെട്ടു. സുദർശനത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ശത്രുവിനെ നശിപ്പിക്കുകയെന്ന് പറഞ്ഞു. സുദർശനത്തിന് എന്താ, ഭഗവാന്റെ ആറ്റ കൊണ്ടാണ് സുദർശൻ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാമബാണം ഹനുമാന്റെ നേരെ പോയ പോലെ സുദർശനം ഭഗവാന്റെ നേരെ അങ്ങോട്ട് ചെന്നു. ഭഗവാന്റെ നേരെ ചെന്നു എന്ന് മാത്രമല്ല, ഭഗവാന്റെ ഹൃദയപ്രദേശത്ത് അത്യുഗ്രമായിട്ടുള്ള ഒരു താഠനം കൊടുത്തു എന്നാണ്. നെഞ്ച് കീറി ഭഗവാൻ ബോധരഹിതനായിട്ട് പടക്കളത്തിൽ വീണു. ഭഗവാന്റെ ശക്തി തന്നെ നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഭഗവാനല്ലേ. അദ്ദേഹം മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കാണിച്ച് നമ്മളെ ഭ്രമിപ്പിക്കും. പലതും ചെയ്ത് ഭ്രമിപ്പിക്കും. വാസ്തവത്തിൽ എന്താ, ഭഗവാൻ മായപ്പെട്ടിട്ടാണ് യുദ്ധം ചെയ്യണത്. ഭഗവാൻ ബ്രഹ്മത്തിന് മായാസ്പർശം വന്നുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചതും ഭൂമിയിൽ ജീവിക്കുന്നതും അടിയന് വേണ്ടി യുദ്ധം ചെയ്യണതൊക്കെ. അപ്പോൾ ബ്രഹ്മബോധം ഉളവാക്കുന്ന എല്ലാറ്റിനെയും ഒന്നായി കാണാൻ പഠിപ്പിക്കണ സമ്യക് ദർശനമാകണ സുദർശനം സ്പർശിച്ചാൽ ഭഗവാൻ ബോധക്കടലുണ്ടാവുക. മായെന്ന് വിട്ടു നിൽക്കണം അല്ലേ. ഭോഗമഹർഷി ബോധമില്ലാണ്ട് ഒരു രാജാവിൻ്റെ ശരീരത്തിൽ കയറി അയാളുടെ ഭാര്യയോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരുനാഥനെ കാണാനില്ല എന്ന് പറഞ്ഞ് പുലിപ്പാണി അന്വേഷിച്ചു പോയി. അവിടെ ചെന്നപ്പോട്ട് ദേ ഗുരുനാഥൻ സകല ഉപാസനയും വിട്ടിട്ട് ഒരു രാജാവിൻ്റെ വേഷത്തിൽ അയാളുടെ ഭാര്യയോടൊപ്പം രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയണ പോലുമില്ല. സിദ്ധികളൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം. എന്നിട്ട് ആ പുലിപ്പാണി ഭോഗരെ തിരിച്ചു കൂട്ടി പഴനിക്ക് കൊണ്ടുവരുന്ന കഥയുണ്ട്. ശിഷ്യൻ ഗുരുനാഥൻ വഴിതെറ്റിയാൽ ഈ ധർമ്മം ചെയ്തോളണം. ശിഷ്യൻ ചെയ്തോളണം. ചേരമാൻ പെരുമാളിൻ്റെയും ഗുരുനാഥൻ്റെയും കഥ ഞാൻ പറയാറുണ്ട്. ഇന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള തിരുനായത്തോട് ക്ഷേത്രം ഉണ്ടാക്കി ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഗുരുനാഥൻ ശാപം കൊണ്ട് നായയാകും എന്ന് വന്നപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ നായയായാൽ മനുഷ്യൻ്റെ മലം ഭക്ഷിക്കും, പിന്നെ എനിക്ക് ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ അനുഗ്രഹിക്കുകയാണ്, നീ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അത് നീ കാണും, അപ്പം എൻ്റെ തലവെട്ടിക്കൊള്ളെന്ന് പറഞ്ഞു. ചേരമാൻ പെരുമാൾ പല്ലക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ ഈ എയർപോർട്ടിൻ്റെയൊക്കെ പ്രദേശങ്ങളായിരിക്കും, അദ്ദേഹം പല്ലക്കിൽ എന്തോ അദ്ദേഹത്തിന് തിരശീല നീക്കി നോക്കാൻ തോന്നിയപ്പോൾ ഒരു നായ മനുഷ്യമലം കഴിക്കാൻ പോകും. ചാടി ഇറങ്ങി വാളോണ്ട് തല വേർപെടുത്തി ആ നായയുടെ. അതിൻ്റെ വായയിലേക്ക് എത്തിയിരുന്നുള്ളൂ, ഉദരത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ ഗുരുനാഥനെ കൊന്ന ഫലം അദ്ദേഹത്തിന് വന്നു. ഗുരുഹത്യാപാപം വന്നു. അത് പോകാനായിട്ട് സത്തുക്കൾ പറഞ്ഞു കൊടുത്താണത്ര ഒരേ പീഠത്തിൽ ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിക്കാൻ. അതാണ് തിരുനായത്തോട് ക്ഷേത്രം. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ നാടാണത്. ഇന്നും നമ്മൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ തിരുനായത്തോട് കഴിഞ്ഞിട്ട് നമ്മൾ പോകുക. അവിടെ അടുത്താണ് അമ്പലം. അടുത്തവണ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അവിടെ പോയി തൊഴുക. വളരെ വിശേഷമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. എന്താണെങ്കിലും ഭഗവാൻ ബോധം കെട്ടു. പത്മാവതി ഓടി യുദ്ധഭൂമിയിലേക്ക് എത്തി. ഭഗവാനെ ശുശ്രൂഷിച്ചു. കുറച്ച് നേരത്തിൽ ഭഗവാന് ബോധം തെളിഞ്ഞു എന്നാണ്. പത്മാവതി ശ്രീനിവാസനെ നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇവർ രണ്ടുപേരും നമുക്ക് ഒരേപോലെയല്ലേ, സമന്മാരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അതുകൊണ്ട് രാജ്യത്തെ രണ്ടായിട്ട് ഭാഗിച്ചു കൊടുക്കാം എന്ന അമ്മ ഒരു ഐഡിയ പറഞ്ഞു. ഇതാദ്യം പറഞ്ഞാൽ മതിയായിരുന്നു, എത്രയോ പേര് മരിക്കില്ല. പക്ഷെ ഈശ്വരനാണെങ്കിൽ പോലും ചിലപ്പോൾ ബുദ്ധി വൈകിയേ വരുള്ളൂ. ഭഗവാനോട് പത്മാവതി പറയണം, രാജ്യം ഭാഗിക്കാം, ഇതാദ്യം ഭാഗിച്ചാൽ മതി. അത് ചെയ്തില്ല. അപ്പം മനുഷ്യൻ ചെയ്യണ സകല അബദ്ധങ്ങളും കൂടി കടന്നു പോകുന്ന നമ്മളെ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാകുന്ന ഒരു ദേവതയാണ് വെങ്കടേശ്വര സ്വാമി.
നമ്മളെപ്പോലെ ജീവിച്ചാണ്. അത് മനസ്സിലാക്കാനായിരിക്കണം ഇങ്ങനത്തെ കഥാഭാഗങ്ങളൊക്കെ വന്നത്. അവർ രാജ്യം രണ്ടാക്കി ഭാഗിച്ച് ഭഗവാൻ 2 സ്ഥലത്തും രാജ്യാഭിഷേകം ചെയ്തു കൊടുത്തു. ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ കേൾക്കാൻ ഞാൻ നിർത്താം. ഭഗവാൻ കിടക്കട്ടെ. നമ്മുടെ കൽപ്പാത്തിയിലെല്ലാം ഇത്തരം കാഴ്ചകൾ അവിടെ കാണില്ലേ? ഞാൻ ലൈവ് നടത്തുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പല്ലക്കിലൊക്കെ അവിടേക്ക് വരുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഞാൻ ലൈവിൽ പറയും, എന്നാ ഭഗവാൻ വരേണ്ടതെന്ന് പറയും. ഇങ്ങനെ ദേവതകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പുണ്യഭൂമി. ഇവിടെയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് മഹാഭാഗ്യം. അപ്പോൾ 6 മാസം എങ്ങനെയൊക്കെയോ പൂർത്തിയായി. അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് ഭഗവാൻ ചെന്നിട്ട് വിട ചോദിച്ചു, ഞങ്ങളെ അനുഗ്രഹിക്കണം, ശേഷാചലത്തിലേക്ക് പോട്ടെ എന്ന് ചോദിച്ച് പത്മാവതിയെയും കൂട്ടി അമ്മ ബഹുളാദേവിയെയും കൂട്ടി ഗരുഡൻ്റെ പുറത്തും തേരിലും ഒക്കെ ആയിട്ട് ഭഗവാൻ തനിക്ക് കിട്ടിയ സ്ത്രീധനവും സാധനങ്ങളൊക്കെ അത്രയും കാലം അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ ഒരു റൂമിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ എടുത്ത് കൂട്ടി അദ്ദേഹം ശേഷാചലത്തിൽ വന്നു. ഒരു ശുഭമായിട്ടുള്ളൊരു ദിവസം തൊണ്ടമാനെ വിളിച്ചു. എന്തുകൊണ്ടോ ഭഗവാന് തൊണ്ടമാനോടൊരു എക്സ്ട്രാ സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു. നീ പൂർവ്വജന്മത്തിൽ രംഗദാസൻ എന്ന് പറയുന്ന ഒരു ഭക്തനായിരുന്നു. വൈഖനസൻ എന്ന് പറയുന്ന മഹർഷിക്ക്, അതായത് വൈഖാനസ പദ്ധതിയുടെ ഗുരുനാഥൻ, ആ ഗുരുനാഥനായിട്ടുള്ള ദേവന് കൃഷ്ണാവതാരം കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പം ആ കൃഷ്ണാവതാരം കാണണമെന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് കാണാൻ പറ്റില്ല. അപ്പം എന്നാൽ വെങ്കടേശ്വരൻ്റെ ഭാവത്തിൽ ഞാൻ ശേഷാചലത്തിൽ ഇപ്പോൾ ഉണ്ട്, നീ അവിടെ വന്നാൽ എന്നെ അങ്ങനെ കാണാമെന്ന് ഭഗവാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം വരണ വഴിക്ക് നീ രംഗദാസനെ കാണണം. അപ്പം അങ്ങ് എവിടേക്ക് എങ്ങനെ ഓടണമെന്ന് ചോദിച്ചപ്പോൾ രംഗദാസനോട് പറഞ്ഞു, ഞാൻ ഭഗവാനെ കാണാൻ പോകണം, എന്നാൽ ഞാനും വരട്ടെ ചോദിച്ചു. കൂടെ കൂട്ടി അവിടെ വന്ന് ഭഗവാനെ ഇവർ കണ്ടു കഴിഞ്ഞ് ഭഗവാന്റെ അടിയാളന്മാരായിട്ട് അവരവിടെ ജീവിക്കുന്ന കാലത്ത് ഭഗവാൻ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളൊരു ജോലി രംഗദാസനെ ഏറ്റെടുത്തിരുന്നു. പക്ഷെ ആ സമയത്ത് കുറേ ഗന്ധർവന്മാരും സ്ത്രീകളും ഗന്ധർവ സ്ത്രീകളും വന്നിട്ട് ഈ സ്വാമി പുഷ്കരണിയുടെ അടുത്ത് തന്നെയുള്ള വേറൊരു തടാകത്തിൽ വന്ന് അവർ കുളിക്കണ കണ്ടപ്പോൾ അവിടെ പായ നോക്കിയിരുന്നു. അതോടുകൂടിയിട്ട് മനസ്സ് വീണു. പുഷ്പദന്തനൊക്കെ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ മറ്റ് പല മഹാത്മാക്കൾക്കും സുന്ദരമൂർത്തി നായനാരുടെ പൂർവ്വകഥ തന്നെ അങ്ങനെയാണ് ഭൂമിയിൽ വന്നത്. ഈ ജന്മത്തിൽ ഭഗവാൻ പറയുക, നീ സ്ത്രീയിൽ വ്യാമോഹം വന്നതുകൊണ്ട് ഈ ജന്മത്തിൽ തൊണ്ടമാനായിട്ട് ജനിച്ചു, ഒരു രാജാവായിട്ട് ജനിച്ചു. അന്ന് ഞാൻ നിനക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, സുധർമ്മൻ്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2ാമത്തെ പുത്രനായിട്ട് നീ ജനിക്കും, അന്ന് നിനക്ക് എന്നെ സേവിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിരുന്നു എന്നാണ് പറയണത്. എന്നിട്ട് പറയും, ഞാൻ നിന്നെയാണ് ഏറ്റവും വലിയൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോകണം. എനിക്ക് കലിയുഗത്തിൻ്റെ അവസാനം വരെ ഈ ഭൂമിയിൽ താമസിക്കാൻ ഒരു ആലയം വേണം. പന്തളരാജാവിൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞ പോലെ നീ ഈ ക്ഷേത്രത്തെ പണിയിക്കണം. അങ്ങനെ സ്വാമി പുഷ്കരണിയുടെ അടുത്ത് ശ്രീവരാഹസ്വാമി എനിക്ക് തന്നിട്ടുള്ള സ്ഥലത്ത്, അത് എത്ര ചെറിയ സ്ഥലമാണോ വലിയ സ്ഥലമാണോ നോക്കണ്ട, അതിലുള്ള പോലെ ഭംഗിയായിട്ട് വാസ്തുവിധി പ്രകാരം നീ എനിക്കൊരു ക്ഷേത്രം പണിയണം. വളരെ സന്തോഷം, അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി വിശ്വകർമാവിനെ വിളിച്ചു കൊണ്ടുവന്നു. ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിലുള്ള കുറ്റിയടിച്ച് അനവധി ദ്രവ്യങ്ങളും ശില്പികളെയും ഒക്കെ കൊണ്ടുവന്ന് അനവധി മുറികളും മണ്ഡപങ്ങളും, തടപ്പള്ളി, അതായത് ഭക്ഷണം വയ്ക്കുന്ന സ്ഥലം, ആനകളെ കെട്ടാനുള്ള സ്ഥലം, കുതിരകളെ കെട്ടാനുള്ള സ്ഥലം, ഗോശാലകൾ, തങ്കക്കിണർ, പ്രാകാരഗോപുരങ്ങൾ, ഇതൊക്കെ നിർമ്മിച്ചു. അപ്പം കിണറിൻ്റെ കുഴിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, തൊണ്ടമാനെ എന്നല്ലാത്ര വിളിച്ച രംഗദാസ, നീ കുഴിച്ച കിണർ ഇവിടെയുണ്ട്. ഇന്നും തിരുപ്പതിയിലെ പ്രധാന കിണർ ഈ രംഗദാസൻ കുഴിച്ച കിണറാണ്. അതിൽ നിന്നാണ് ഭഗവാൻ ജലമെടുക്കുന്നത്. ആ കിണറിനെ ഒന്ന് റിനോവേറ്റ് ചെയ്താൽ മതിയെന്ന്, അത് മാത്രം പുതിയതായിട്ട് പണിതില്ല. ആ കിണർ അവിടെ ഉണ്ടായിരുന്നു, ആ ഭാവി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഭാവി എന്ന് അവർ പറയും, അതിൻ്റെ ആനന്ദ ഭാവി അങ്ങനെ എന്തോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. എന്താണെങ്കിലും ആ ഗോപുരങ്ങളൊക്കെ നിർമ്മിച്ച് ശേഷാചലത്തിലേക്ക് 2 ഭാഗത്തുനിന്ന് വഴികൾ, ഒന്ന് നമ്മളിന്ന് പോകുന്ന അരുവിരിയൊക്കെ വഴിയോ അവിടെ നിന്ന് കയറിപ്പോണ വഴി, ശ്രീവാരിമേട്ടിൽ നിന്ന് കയറി വരുന്ന ചെറിയൊരു വഴി, അതാണ് കൃഷ്ണദേവരായനൊക്കെ ഉപയോഗിച്ചിരുന്ന വഴി. കൃഷ്ണദേവരായനൊക്കെ ആ വഴിക്കാണ് വന്നിരുന്നത്, ശ്രീവാരിമേട്ട് വഴി വരുന്നത്. ഇപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കാൻ രാവിലെ പോയി നിൽക്കേണ്ട ഒരു ക്യൂ കൗണ്ടർ അവിടെ ഉണ്ട് ഈ ശ്രീവാരിമേട്ടിൽ. അങ്ങനെ ഈ ക്ഷേത്ര നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഭഗവാനോട് വന്നിട്ട് അവിടെ എഴുന്നള്ളി ഇരിക്കാൻ പറഞ്ഞു. ഭഗവാൻ 3 ലോകങ്ങളിലേക്കും വീണ്ടും ഈ വിവരത്തിന്
എഴുത്തയച്ചു, ഞാൻ കയറി താമസിക്കാൻ പോകുന്നത്, വീട്ടിൽ ഹൗസ് വാമിങ് നടത്തി കയറി താമസിക്കാൻ പോകണേ. ഇപ്പം കുറേ കാലത്തേക്കാണ്, നമ്മളെയൊക്കെ പോലെ നമ്മുടെ ആയുസ് അവസാനം വരെ എന്നല്ല, ഇത് യുഗം അവസാനിക്കുന്നത് വരെ ഞാൻ പോയി താമസിക്കും എന്ന് പറഞ്ഞിട്ട് താമസിക്കാനായിട്ട് എല്ലാവർക്കും കത്തയച്ചപ്പോൾ പതിവ് പോലെ മൂത്ത മകൻ ബ്രഹ്മാവ്, പൗത്രൻ മഹാദേവൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷൺമുഖൻ തുടങ്ങിയവരൊക്കെ വരും. ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു ഈ പ്രഭാഷണം, ഇത് ഗണപതി ഭഗവാനെ കുറിച്ച് പറയണേയില്ലല്ലോ എന്ന്. വെങ്കടാചല മഹാത്മ്യത്തിൽ ഗണപതിയെക്കുറിച്ച് പറയുകയില്ല. എന്താണെങ്കിലും ആ പത്മാവതി സമേതനായിട്ടുള്ള ഭഗവാൻ, ആനന്ദനിലയം എന്ന് പേരോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ ക്ഷേത്ര ശ്രീകോവിലേക്ക് പ്രവേശിച്ചു. ശ്രീനിവാസൻ്റെ ആ ക്ഷേത്രപ്രവേശന സമയത്ത് അതിഗംഭീരമായിട്ടുള്ള സദ്യ, ദക്ഷിണ താമ്പൂലാദികളൊക്കെ കൊടുത്ത്, അതുപോലെ അകില്, ചന്ദനം, വസ്ത്രം, ആഭരണങ്ങൾ ഇതൊക്കെ കൊടുത്ത് വന്ന സകല ആൾക്കാർക്കും മൃഷ്ടാന്നം കൊടുത്ത് ഗംഭീരമായിട്ടുള്ള അന്നദാനം ഇതെല്ലാം നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തൊണ്ടമാൻ നിർമ്മിച്ച ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രവേശനത്തിന് ശേഷം ബ്രഹ്മാവ് സ്വന്തമായിട്ട് 2 കടാവിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കുകൾ കലിയുഗം അവസാനിക്കുന്ന ദിവസം വരെയും കത്തുന്നതാണ്, അതിപ്പോഴും കത്തുന്നത്. ആ വിളക്ക് അന്ന് കത്തിച്ചാണ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. പുരാണത്തിൽ പറയാത്ത രസകരമായിട്ടുള്ളൊരു ഭാഗം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് പറയാം. വെങ്കടാചല മഹാത്മ്യത്തിൽ ഭഗവാന്റെ ബിംബം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നില്ല, ഭഗവാൻ കയറി താമസിച്ചു എന്ന് മാത്രമേ പറയുന്നു. പക്ഷേ ഈ മഹാവിഷ്ണുവിൻ്റെ സ്വയംഭൂ വിഗ്രഹങ്ങളുണ്ട്. ആ സ്വയംഭൂ വിഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വയംഭൂ വിഗ്രഹമാണ് ശരിക്കും തിരുപ്പതിയിലെ വിഗ്രഹം. ശ്രീരംഗം സ്വയംഭൂ വിഗ്രഹമാണെന്നാണ് പറയുന്നത്, ഇതും സ്വയംഭൂ വിഗ്രഹമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ആള് താനേ നിന്ന് ശിലയായിട്ടുള്ളതാണ്, താനേ നിന്ന് ശിലയായിട്ടുള്ളതാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്ത് ഉരുക്കി വെച്ച പഞ്ചലോഹം കൂട്ടെടുത്ത് കുടിച്ചിട്ട് ഇടതുപാദം തൂക്കിയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് ചിദംബരത്ത്. അങ്ങനെ ആയി മാറി. കൊല്ലൻ കൂട്ടിവെച്ച ലോഹം കൂട്ടെടുത്ത് പശിക്കുന്നത് ഇവർക്ക് കുടിച്ചു, അങ്ങനെ നിന്നതാണ്. അതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. അവിടെ നാരദ മഹർഷിയാണ് അതിന് കാരണം. അത് ഫോക്ലോറുകളിലാണ് കൂടുതൽ വരുന്നത്, നാടോടി കഥകളിലാണ് കൂടുതൽ വരുന്നത്. ഭഗവാനെ കുറിച്ച് അനവധി നാടോടി കഥകളുണ്ട്. നമ്മൾ ഇത് നാടോടിക്കഥ, അത് പുരാണം, ഇതിനെ പ്രമാണമുള്ളൂ എന്ന് എപ്പോഴും പറഞ്ഞതിന് അർത്ഥമില്ല. കാരണം ഒരു കാലത്ത് ജനങ്ങൾ പറഞ്ഞിരുന്ന നാടോടി കഥകളാണ് പലപ്പോഴും ഋഷിമാരെ ഒന്നിച്ചാക്കി അതിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പുരാണങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ജനതയുടെയും വിശ്വാസം മോശമാണെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. പ്രകൃതി വൈവിധ്യം നിറഞ്ഞതാണ്, അതേപോലെ തന്നെ വിശ്വാസങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ്. സനാതനധർമ്മത്തിൻ്റെ സത്ത തന്നെ വൈവിധ്യമാണ്. ഭഗവാനെ ആർക്കും എങ്ങനെ വേണമെങ്കിലും ആചരിക്കാം, ഒരു തെറ്റുമില്ല. ഭർഷിക്കരുത്, പ്രകൃതിക്ക് എതിരായ കാര്യങ്ങൾ ചെയ്യരുത്, ധർമ്മത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യരുത്, അത്രേ ഉള്ളൂ. ശിവനെ എവിടെ കണ്ടാലും വടിയെടുത്തടിച്ചിരുന്ന, കല്ലെടുത്ത് വലിച്ചെറിഞ്ഞിരുന്ന ആരാധകരുണ്ടായിരുന്നു നായനാർമാരിൽ. ഈ ഭഗവാന് തന്നെ എത്ര അടി കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ കണ്ടടിക്കുക. അച്ഛാ അച്ഛാ എന്ന് വിളിച്ച് നടന്നിരുന്ന ആ ഭഗവാനെയാണ് വില്ലുമംഗലം പുറകൈകൊണ്ട് അടിച്ചത്, കുറൂരമ്മ കരിക്കലം വെച്ച് മൂടിയത്, അല്ലേ? അത് തെറ്റാണ്, ഭഗവാനല്ലേ എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. കാരണം അവരുടെ തലം അതായിരുന്നു. ഇവിടെ ഭഗവാൻ എങ്ങനെ കല്ലായി, എങ്ങനെ ശിലയായി, ഈ വിശേഷപ്പെട്ട മഹാവിഗ്രഹമായിട്ട് എങ്ങനെ മാറി? ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. അതുപോലെ വെങ്കടാചലത്തിലെ ആ മഹാവിഗ്രഹത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അതിനൊരു നാടോടിക്കഥയാണ് പറയണത്. അതായത് പുരാണങ്ങൾ അങ്ങനെ കാണാറില്ല. എന്നാൽ വെങ്കടേശ്വര സ്വാമിയെ കുറിച്ചുള്ള പല പുസ്തകങ്ങൾ കണ്ട് നാരദ മഹർഷി ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ശേഷാചലത്തിൽ ഭഗവാൻ താമസമാക്കിയതിന് ശേഷം വെറുതെ ഒരു കുത്തിത്തിരിപ്പ്. എന്നാൽ ഈ വിഗ്രഹമാക്കാൻ വേണ്ടിയിട്ടാണത്. ആ കോലാപുരത്തിരിക്കുന്ന മഹാലക്ഷ്മിയോട് പോയിട്ട് ഇവരുടെ സന്തോഷമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനെ അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന അമ്മ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് കല്യാണം നടത്തിപ്പോയ ആ ദേവി വീണ്ടും മായയിൽപ്പെട്ട് ഭഗവാനോട് കോപം വിചാരിച്ച് ശേഷാചലത്തിൽ വന്നിട്ട് ഭഗവാനെയും പത്മാവതിയും അവർ രണ്ടുപേരോടും ദേഷ്യപ്പെട്ടു. വിഷമം വന്നപ്പോൾ പത്മാവതിയും തിരിച്ച് 2 വർത്താനം പറഞ്ഞു, അമ്മ തിരിച്ചതിന് 2 വർത്താനം പറഞ്ഞു. അങ്ങനെ സ്ത്രീകൾ തമ്മിൽ ഭയങ്കര കലഹയിലാണ്. ഈ കലഹമായപ്പോൾ ഭഗവാൻ അവിടുന്ന് 2 പേരോട് ഒന്നും പറയാതെ അങ്ങനെ പോയിട്ട് ഈ ആനന്ദ നിലയത്തിൻ്റെ അകത്ത് കയറിയിട്ട് നിന്ന നിൽപ്പിൽ ശിലയായി പോയതാണ്. നിന്ന നിൽപ്പിൽ ശിലയായി പോയി.
ആ ശിലയായി മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ശിലയുടെ ഉള്ളിൽ നിന്നത്ര പിന്നെ സംസാരിച്ചത്. ഇനി നിങ്ങൾക്കും രൂപങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേർക്കുള്ള സ്ഥാനം ഞാൻ തരണു എന്ന് പറഞ്ഞ് അമ്മയ്ക്കും സ്ഥാനം കൊടുത്തു, പത്മാവതിക്കും സ്ഥാനം കൊടുത്തു, ലക്ഷ്മിക്കും സ്ഥാനം കൊടുത്തിട്ട് വിഗ്രഹരൂപികളായി മാറി എന്ന് ഒരു കഥയുണ്ട്. എന്താണെങ്കിലും തൊണ്ടമാൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രവേശനത്തിന് ശേഷം ബ്രഹ്മാവ് ആ 2 കിടാവവിളക്കുകൾ കത്തിച്ചിട്ട് കലിയുഗാവസാനം വരെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പ്രമാണം ചെയ്തു എന്നാണ്, വ്യവസ്ഥ ചെയ്തു വെച്ചു. അതുകൊണ്ട് ആ വിളക്ക് കെടാനുള്ള ഒരു മാർഗമില്ല. ഇന്നും നമുക്ക് ഇപ്പോൾ ബ്രേക്ക് ദർശനം എടുക്കുന്ന ആൾക്കാർക്ക് കുലശേഖരപ്പടി വരെ പോകാം. ആ പടിയുടെ പേര് കുലശേഖരപ്പടി എന്നാണ്. അല്ലാത്തവർക്ക് ജയവിജയന്മാരുടെ അവിടം വരെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ദർശനത്തിന് പോകുമ്പോൾ കുലശേഖരപ്പടിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എക്സ്ട്രാ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഭഗവാനെ അല്ലാണ്ട് സൈഡിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെ കാണാം. ഭഗവാന്റെ വിഗ്രഹങ്ങളും ഒക്കെ കാണാൻ സാധിക്കും നമുക്ക്. എന്താണെങ്കിലും ആ വിളക്കുകൾ കൊളുത്തി വെച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ജഗൽപിതാവേ, അങ്ങയുടെ ഒരു ഉത്സവം നടത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് അവിടുന്ന് അനുമതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യണേനും എനിക്കെതിരില്ല, എനിക്കായിട്ടൊന്നും ചെയ്യണ്ട. ഭഗവാന്റെ രീതി എത്തുന്നതാണ്, എനിക്കായിട്ടൊന്നും ചെയ്യണ്ട, ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് പറയും, അങ്ങേ ഇനി വരുന്ന കാലങ്ങളിൽ എത്രയോ ഭക്തജനങ്ങൾ അങ്ങയുടെ ഈ മഹിമയൊന്നും ചിലപ്പോൾ അറിയണം തന്നെയില്ല. അവർ വരും, അങ്ങേ തൊഴും, അവർക്കൊക്കെ അങ്ങ് നിർലോഭം അകമഴിഞ്ഞിട്ട് സമ്പത്തും ഐശ്വര്യങ്ങളും ആയുരാരോഗ്യം ഒക്കെ കൊടുക്കണം, അല്പാന്തകാലം വരെ എന്ന് പറയില്ല. അങ്ങനെയുള്ള ആശീർവചനം ചെല്ലുക, പ്രതിഷ്ഠിക്കും പോലെ ആചന്ദ്രതാരം അവിടുന്ന് വാണാലും എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക ആചാര്യൻ. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. ഭഗവാന്റെ അനുമതി കിട്ടി. ബ്രഹ്മാവിന് ഉത്സാഹമായി. ബ്രഹ്മാവ് ഉടനെ ഉത്സാഹ കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി തൊണ്ടമാനെ ആളയച്ച് വരുത്തി. കാരണം തൊണ്ടമാനാണ് ക്ഷേത്രത്തിൻ്റെ ഊരാളൻ, ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ തൊണ്ടമാനാണ്. അപ്പോൾ തൊണ്ടമാനെ വിളിക്കാണ്ട് കാര്യം നടത്താൻ പറ്റില്ല. ഒരാളനെ വിളിച്ചു വരുത്തി, ഒരാളൻ വന്നു, ഉത്സവം നടത്തണം എന്ന് പറഞ്ഞു. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, ഉത്സവത്തിലേക്കൊക്കെ കയറണമെങ്കിൽ ആദ്യം നമുക്ക് നല്ല ക്വാളിറ്റി മരത്തിൽ നല്ല നല്ല വാഹനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തിനാ മരത്തിലാക്കണത്, നമുക്ക് സ്വർണത്തിൽ തന്നെ ആയിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഭഗവാന് വേണ്ട എന്താ പറയുക വാഹനങ്ങൾ, ഹംസവാഹനം, ശേഷവാഹനം, സിംഹവാഹനം, ഗരുഡവാഹനം, ഗജവാഹനം, അതുമാതിരി സൂര്യപ്രഭ, ചന്ദ്രപ്രഭ, കൽപ്പകവൃക്ഷവാഹനം, ഹനുമന്തവാഹനം, അശ്വവാഹനം, രഥവാഹനം, മുത്തുപ്പന്തൽ, ഇതൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കൽപ്പാത്തിയിലുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇതൊക്കെ പ്രത്യേകം ഇന്നതായിരിക്കുന്നു പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ, അല്ലേ? മാത്രമോ ഭഗവാൻ സ്വർഗത്തിലേക്കും മറ്റു ലോകങ്ങളിലേക്കും മാത്രമൊന്നുമല്ല ബ്രഹ്മാവ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയത്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പ്രതിനിധികളെ അയച്ചു. അത്ര എവിടേക്കൊക്കെ ആളെ അയച്ചു എന്ന് പറയുന്നുണ്ട്. കർണാടകത്തിലേക്ക്, കംബോഡിയയിലേക്കൊക്കെ ആളെ അയച്ചിരിക്കുന്നു. കാംബോജത്തിലേക്ക്, കേരളം, ആന്ധ്ര. പക്ഷെ അന്ന് ഇവിടെ ആരും വന്ന് വിളിച്ചതിൻ്റെ ഗുണമൊന്നും ഇവിടെ കാണില്ല. അതാണ് സങ്കടം. ബംഗാൾ, അംഗം, ബീഹാർ, കലിംഗം, ഒറീസ, മഹാരാഷ്ട്ര, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ, സൗരാഷ്ട്രം, ഗുജറാത്ത്, കാമരൂപം, ആസാം. അതുതന്നെയാണ് നരകാസുരൻ്റെ പ്രാഗ്ജ്യോതിഷു. അതിനും പഴയ പേരാണ് പ്രാഗ്ജ്യോതിഷം, ഈസ്റ്റേൺ സ്റ്റാർ, കിഴക്കിൻ്റെ നക്ഷത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. നരകാസുരൻ്റെ രാജധാനി അവിടെയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി. കാശ്മീരത്തുനിന്നും സൗവീരത്തുനിന്നും ഗാന്ധാരത്തുനിന്നും ഒക്കെ, എനിക്കോട് ഇറാനിൽ നിന്നൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാരെ വിളിച്ചു. അങ്ങനെ അവരെല്ലാവരും വന്നുകൂടി കന്നിമാസത്തിൽ അതിഗംഭീരമായിട്ട് കന്യാരാശിയിൽ ഒരു ഉത്സവം നടത്തിയെന്നാണ് പറയണം. ആ ഉത്സവത്തിനെയാണ് ബ്രഹ്മോത്സവം എന്ന് പറയുന്നത്. ഇന്നും എല്ലാ വർഷവും കന്നിമാസത്തിൽ ഭഗവാന്റെ ബ്രഹ്മോത്സവം നടക്കും. ആ സമയത്ത് മലയപ്പസ്വാമി പത്നിമാരോട് കൂടിയിട്ട് പുറത്തേക്ക് എഴുന്നള്ളൂ. ഈ കോലാപുരത്ത് ഇരിക്കണ ആ ദേവിയെ എങ്ങനെയാണ് നാരദൻ കൂട്ടിക്കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ബ്രഹ്മോത്സവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാൻ വിഗ്രഹരൂപത്തിലിരിക്കുന്ന ഭഗവാൻ ലക്ഷ്മിയും പത്മാവതിയും നോക്കിയിട്ട് ഒരിക്കൽ കൂടി പത്മാവതിയുടെ പൂർവ്വജന്മ വൃത്താന്തും അതേപോലെ ലക്ഷ്മിയുടെ മഹത്വവും അന്യോന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി ഒരിക്കലും അവർ തമ്മിൽ കലഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയൊരു സ്പർദ്ധ ദേവതകൾ തമ്മിൽ വരാൻ പാടില്ല.
അത് കേട്ട് രണ്ടുപേരും ഭർത്താവിനെ രണ്ട് വശത്തൊന്നുമായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞതോ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ളതൊക്കെ ക്ഷമിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ മാറിൽ രണ്ടുപേരും വലത്ത് ലക്ഷ്മിയും ഇടത്ത് പത്മാവതിയും കുടികൊണ്ടു എന്ന് പറയണം. ആ സമയത്ത് ഭഗവാൻ പറയുകയാണ് മഹാലക്ഷ്മിയുടെ അടുത്ത്, ശോഭനയായിട്ടുള്ള ദേവി, നീ സർവ്വസമൃദ്ധിയും കൊടുക്കണവളാണ്. നീ എന്നെ വിട്ടുപോയപ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. വൈകുണ്ഠം പോലും ദരിദ്രമായി തീർന്നു നിൻ്റെ അഭാവത്തിൽ. നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ കല്യാണത്തിന് കുബേരൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് പലിശ അടയ്ക്കുക എന്നുള്ള വ്യവസ്ഥയിൽ കലിയുഗാവസാനം വരെയുള്ള 25 വർഷത്തെ ലോണൊന്നുമല്ല. അപ്പം കലിയുഗം തുടങ്ങിയിട്ട് ആകെ എത്ര 5000 കൊല്ലം കണ്ടായിട്ടുള്ളൂ. ഇനി 4,45,000 കൊല്ലം കിടക്കുന്നുണ്ട് ഏകദേശം. ഈ കല്യാണം നടന്നത് കുറേ കാലം മുമ്പാണ്. അപ്പം അന്ന് പിന്നെയും വർഷങ്ങൾ കൂടുതലാണ്. അത്രയും വർഷം ഞാൻ ലോൺ അടയ്ക്കണം, പലിശ അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിൽ വെക്കണം, പലിശ കൊടുക്കാൻ എനിക്ക് വരുമാനമില്ല. എനിക്ക് ആകെ അറിയണത് അനുഗ്രഹിക്കാനാണ്. ഞാൻ അനുഗ്രഹിക്കും, അതിന് പകരമായിട്ട് എൻ്റെ ഭക്തർ എനിക്ക് ധനം തരും. അതൊരു ബാർട്ടർ സിസ്റ്റമാണ്. ഈ ദക്ഷിണ കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറഞ്ഞ് പഠിപ്പിക്കണം മഹാത്മ്യം. ദക്ഷിണയുടെ മഹത്വം എന്താണെന്ന് മഹാദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പല പ്രഭാഷണങ്ങളും അത് പറയാറുണ്ട്. അതിപ്പോൾ നമുക്ക് പറയാൻ സമയമില്ല. ദക്ഷിണ നിശ്ചയിച്ചത് ഭഗവാനാണ്, മഹാദേവൻ നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇവിടെ പറയണം, ഞാൻ കൊടുക്കുന്നതിന് എനിക്കവർ അവരുടെ സ്നേഹം, അവരുടെ മുടി, അവരുടെ കയ്യിലുള്ള നാണയങ്ങൾ, അവരുടെ കയ്യിലുള്ള സ്വർണം, ഇങ്ങനെയൊക്കെ തരും. അതൊക്കെ എനിക്ക് ധനമാണ്. ആ ധനം കൊണ്ട് ഞാൻ പലിശ കിട്ടും. ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അതിന് നിൻ്റെ ഒരു സഹായം വേണം എന്ന് പറയും. ഞാൻ എന്താ പ്രഭു ചെയ്യണം? അങ്ങ് അനുഗ്രഹിക്കണു, അവർ ധനം തരണു, അത്രയല്ലേ ഉള്ളൂ. അതല്ല, എന്നെ വന്ന് തൊഴണവരെ നീ നന്നായിട്ടൊന്ന് നോക്കണം. അത് അവിടെ ടേൺ ഓവർ ഉണ്ടെങ്കിലേ ഇവിടെ ടേൺ ഓവർ ഉണ്ടാവുള്ളൂ. എന്നെ ഞാൻ അനുഗ്രഹിക്കുന്നവരെ നീ നന്നായിട്ടൊന്ന് ദർശിക്കണം, ഒന്ന് കടാക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, അവരാ ഭാഗ്യത്തിൽ, അതാണ് ഭഗവാന്റെ ബുദ്ധി. നോക്കൂ, ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയവളം കൊണ്ട് നമ്മൾ വിചാരിക്കും ഭഗവാൻ ഇത് എന്തായിരിക്കും ചിന്തിക്കണത് എന്നാണ്. പണം കയ്യിൽ വരുമ്പോൾ ഭഗവാൻ പറയാം, പണം കയ്യിൽ വരുമ്പോൾ ആ ഭാഗ്യത്തിൽ അവർ മതിമറക്കും, അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ അവർക്ക് ദുരിതം വരും. അപ്പോൾ അവർക്ക് എന്നെ അപ്പോഴാണ് ഓർമ്മ വരിക. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. കാശ് തരാനുള്ള പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് വരുത്തണം. രോഗമുണ്ടാവണം, എന്നാലേ ഡോക്ടർമാർക്ക് രക്ഷയുള്ളൂ, അല്ലേ? എല്ലാ കാലത്തേക്കും പനി വരാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും രക്ഷയുണ്ടോ? മെഡിക്കൽ ഇൻഡസ്ട്രി ഇല്ലാണ്ടായി പോകും. ഒരു മരുന്ന് കൊണ്ട് പുതിയൊരു രോഗം ഉണ്ടാവണം, അതിനുള്ള മരുന്ന് കൊണ്ട് അടുത്ത രോഗം ഉണ്ടാവണം. അതുകൊണ്ട് രോഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ രോഗമുണ്ടാവാൻ എന്നെ ആശ്രയിക്കാൻ അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു നിന്റെ സാമീപ്യം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ അവരുടെ അടുത്ത് പോകും. അവർ വിഷമിച്ച് കരയും വീടുകളിൽ കിടന്നിട്ട്, അല്ലെങ്കിൽ തെരുവിൽ കിടന്നിട്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് സ്വപ്നത്തിൽ പോയിട്ട് പറയും, നീ എനിക്ക് പലിശയായിട്ട് പണം തന്നാൽ, പണക്കിഴി വെച്ചാൽ കൂടുതൽ സന്തോഷം, മുടിയും തന്നാൽ ഞാൻ നിൻ്റെ പ്രശ്നമൊക്കെ മാറ്റിത്തരാം എന്ന് ഞാൻ അവർക്ക് സ്വപ്നം കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് ഞാൻ വാങ്ങും. മാർക്കറ്റിംഗ്, ഞാനാണ് നിനക്ക് ദൈവം, ഞാൻ നിൻ്റെ വിഷമമൊക്കെ മാറ്റി തന്നോളാം, പ്ലീസ് കം ഡൊണേറ്റ്, ഐ വിൽ സോൾവ് യുവർ പ്രോബ്ലംസ്. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ബിസിനസ് പ്ലാനായിട്ടാണ് ഭഗവാൻ ഇറങ്ങണത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം ഭഗവാന്റെ. എന്നിട്ട് പറയുക, അങ്ങനെ നീ പ്രസാദിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ധനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഭഗവാൻ വിരലിങ്ങനെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. ഞാൻ മുഴുവൻ ചോദിക്കുന്നില്ല, ചെറിയൊരു ഭാഗം അവർ എനിക്ക് ഭക്തിയോട് കൂടിയിട്ട് സമർപ്പിക്കും. ആ പണത്തിനെ ഞാൻ കുബേരന് പലിശയായിട്ട് കൊടുക്കും. അവരെന്ത് തരണോ അതേ ആ വർഷം ഞാൻ പലിശയായിട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അടച്ചു തീരണമെന്നൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് അടച്ചു തീരണമെന്നൊന്നും ഒരു ധൃതിയില്ല. എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാനൊന്നുമില്ല. കലിയുഗ അവസാനം വരെ ടൈമുണ്ട്. അപ്പോൾ ആ കലിയുഗ അവസാനത്തിൽ മുതലും കൊടുത്തിട്ട്
നമ്മൾ 3 പേരും കൂടെ വൈകുണ്ഠത്തിൽ പോയിട്ട് സന്തോഷമായിട്ട് താമസിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു വന്നത്. നമുക്കാണ് 100 വർഷം, എന്തിന് 20 വർഷം 10 വർഷം പറഞ്ഞാൽ പോലും വലിയ കാലയളവ്. ഭഗവാന് സഹസ്രകോടി വർഷങ്ങൾ ഒരു രേണുവാണ്, ഒരു പൊടി. അപ്പോൾ ഭഗവാൻ പറയണത് ഇതൊക്കെ ഇപ്പോൾ കഴിയും, ഈ കടമൊക്കെ ഇപ്പോൾ കഴിയും, പിന്നെ നമ്മൾ US പോകും എന്ന് പറയണത് പോലെ ഇപ്പോൾ 2 വട്ടം ആലോചിക്കും US പോകാൻ എല്ലാവരും. അതാണ് അവസ്ഥ. അപ്പോൾ അവിടെ ഉള്ളവരെ വരെ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ പറയാം നമ്മൾ വൈകുണ്ഠത്തിൽ പോവും, സന്തോഷമായിട്ട് താമസിക്കും. ഭൃഗു ചവിട്ടിയത് കൊണ്ട് അശുദ്ധമായിട്ടുള്ള എൻ്റെ മാറ് ഇന്ന് പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് നിന്റെ സ്ഥാനത്തിനെ അലങ്കരിക്കാൻ നീ ഇനി മടി കാണിക്കരുത്, പ്രവേശിക്കാം. അങ്ങനെയാണ് ദേവി ഭഗവാന്റെ വലത്തെ മാറിലും അതേപോലെ ശ്രീപത്മാവതി ഇടത്തെ മാറത്തും പോയിട്ടിരുന്നു. ഇന്നും നമുക്ക് ആ വിഗ്രഹത്തിൽ അത് കാണാൻ സാധിക്കും. ഭഗവാൻ അമ്മയോടും പത്മാവതിയോടും ലക്ഷ്മീദേവിയോടും പത്മാവതിയോടും കൂടിയിട്ട് ആ പത്മസരോവരത്തിൽ ആ സ്വാമി പുഷ്കരണിയിൽ വിലസി ഭക്തന്മാർക്കും ഐശ്വര്യങ്ങളും കൊടുത്തിട്ട് ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഭഗവാൻ ഒരു പ്രോമിസ് കൂടെ കൊടുത്തു അത്ര മഹാലക്ഷ്മിക്ക്. ഞാൻ അർദ്ധരാത്രിക്ക് ശേഷം നിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് പ്രഭാതത്തിന് മുന്നേയായിട്ട് ആനന്ദ നിലയത്തിലേക്ക് വരും. അതുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം അവിടെയായിരിക്കുന്നതാണ്. ഭഗവാൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ദേവി അലമേലു മംഗാപുരത്തിൽ വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ള പത്മസരോവരത്തിൽ തൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ പോയിട്ടൊരു ശിലാരൂപമായിട്ടും ഇന്നും നമുക്ക് തൊഴാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അത് തിരുപ്പതിക്ക് വരുന്ന വഴിയിലാണ് അലമേലു മംഗാപുരം. ആ സമയത്ത് ഒരു ദിവസം ഭഗവാനും പത്മാവതിയും കൂടെ കാട്ടിൽ നടക്കാൻ പോയി. സന്ധ്യ കഴിഞ്ഞിട്ടും മകനും ഭാര്യയും തിരിച്ചു വരണ കാണാണ്ട് അമ്മയ്ക്ക് ടെൻഷനായി. കാര്യം പരബ്രഹ്മമൊക്കെ ആണെങ്കിലും മാതാവല്ലേ, അപ്പോൾ അമ്മയ്ക്ക് വലിയ പിടപ്പ് വന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് മൂത്തൊരു മകനുണ്ട്. ആ മകനെക്കുറിച്ച് പുരാണം പറയണില്ല, പക്ഷെ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്. ഞാൻ നേരത്തെ നാരദൻ്റെയും ലക്ഷ്മീദേവിയുടെയും പിന്നെ കലഹത്തിൻ്റെ കഥ പറഞ്ഞല്ലോ, തിരുപ്പതിയിലുള്ള വിശ്വാസങ്ങളിലുള്ള കഥയാണത്, പല പുസ്തകങ്ങളിലുണ്ട്. ആ പെരുമാൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ അടുത്ത് ഉള്ള ഗ്രാമത്തിലിരിക്കുന്നുണ്ട്. ഗോവിന്ദരാജസ്വാമി, ഗോവിന്ദരാജ പെരുമാൾ സാക്ഷാൽ കൃഷ്ണനാണെന്നാണ് സങ്കല്പം. ഗോവിന്ദരാജൻ, ആ ഗോവിന്ദരാജസ്വാമി ബഹുളാദേവിയുടെ മൂത്ത മകനായിരുന്നു. ആ ഭഗവാന് കല്യാണത്തിൻ്റെ സമയത്ത് കുബേരൻ്റെ നിന്ന് പണം കടം മേടിച്ചപ്പോൾ വെങ്കടേശ്വരസ്വാമി പറഞ്ഞത്ര, ചേട്ടാ ഇത്രയും പണം വന്നിട്ടുണ്ട്, ഇത് മോഷ്ടിക്കപ്പെടാണ്ടിയും അമിതച്ചെലവ് വരാണ്ടിയും കൃത്യമായിട്ട് ചിലവാക്കണം. ഞാൻ കടം വാങ്ങിയ കാശാണ്, നമ്മൾ പറയുമല്ലോ ഞാൻ കടം വാങ്ങിയ കാശാണ്, ഇത് വേസ്റ്റേജ് ഇല്ലാണ്ട് ചിലവാക്കണം, അങ്ങേ അല്ലാണ്ട് എനിക്ക് ആരും വിശ്വാസമില്ല. അതുകൊണ്ട് അങ്ങ് ഈ പണം കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ച് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഭംഗിയായിട്ട് ആ കണക്ക് നിറവേറ്റിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടത്ര അദ്ദേഹത്തിനെ കല്യാണത്തിൻ്റെ എവിടെയും കണ്ടിട്ടില്ല. പാവം ബില്ല് സെറ്റ് ചെയ്യാൻ അപ്പുറത്തിരിക്കുകയില്ല, ഒരു ഫോട്ടോയിലും മൂപ്പരെ കാണില്ല. അങ്ങനത്തെ മഹാത്മാക്കളുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ, കല്യാണങ്ങളിലവിടെ അങ്ങനെയുള്ളവരെ കാണാം. അവസാന നിമിഷം വല്ല കരിയൊക്കെ ഇട്ടൊക്കെ ഓടി വരിക, അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും. അങ്ങനെ സ്വാമി അത് മുഴുവൻ ചെയ്ത് തളർന്നു അത്രേ. അപ്പോഴാണ് ഭഗവാൻ അടുത്ത ഡിമാൻഡ് വെച്ചത്, എൻ്റെ ഭക്തർ എല്ലാ വർഷവും എനിക്ക് പൈസ കൊണ്ടുതരും ഇതുമാതിരി, അത് പലിശ കണക്കാക്കിയിട്ട് കലിയുഗാവസാനം വരെ കൊടുക്കണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ ഗോവിന്ദരാജസ്വാമിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. അത്രയും ജോലിയാണ് അദ്ദേഹത്തിന്, ഏത് നേരവും ജോലിയാണ്. അപ്പം അദ്ദേഹം കണക്കെഴുതുന്നത് തിരുപ്പതി പട്ടണത്തിൽ ഇരുന്നിട്ടാണ്. അതാണ് ഗോവിന്ദരാജ പട്ടണം എന്നാണ് ശരിക്കും തിരുപ്പതിയുടെ പേര്. തിരുപ്പതിയുടെ നാഥൻ ഗോവിന്ദരാജസ്വാമിയാണ്. വെങ്കടേശ്വരൻ തിരുമലയിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ മുകളിലാണ്. അവിടുന്ന് മാറിയിട്ടാണ് തിരുച്ചാനൂർ വരുന്നത്, അവിടെയാണ് പത്മാവതി ഇരിക്കുന്നത്. ഗോവിന്ദരാജസ്വാമിയുടെ കാര്യം അവസാനം പറഞ്ഞിട്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുള്ളൂ, ഇപ്പോഴും ആയിട്ടില്ല, കഥയിലേക്ക് വരികയാണ്. ആ കാട്ടിപ്പോയിട്ടുള്ള വളർത്തു മകനായിട്ടുള്ള വെങ്കടേശ്വര സ്വാമിയും പത്മാവതിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ബഹുളാദേവി ആദ്യം കാട്ടിൽ കുറച്ച് ദൂരം ചെന്നപ്പോൾ അമ്മയ്ക്ക് പേടി, അത്രയും കൂരിട്ടായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, തിരിച്ചു വന്നിട്ട് ഗോവിന്ദരാജസ്വാമിയെ വിളിച്ചു. ഗോവിന്ദരാജസ്വാമി അപ്പോഴിരുന്ന് കണക്കെഴുതുന്നു, രാവും പകലും കണക്കെഴുതുക, അതെന്നെ പണി, ഒരു ജോലി കൊടുത്തിരിക്കുകയാണ്. യുഗങ്ങളിരുന്ന് ആയിരക്കണക്കിന് വർഷങ്ങളിരുന്ന് കണക്കെഴുതേണ്ട ജോലിയാണ് മൂപ്പർക്ക് കൊടുത്തത്. വല്ലാത്തൊരു അക്കൗണ്ടൻസി ആയി പോയി. അപ്പോൾ കുറച്ച് നേരം നീ ആ കണക്കൊക്കെ അവിടെ വയ്ക്കുക, ഇവരെ കാണാനില്ല, ഇവരെ ആദ്യം കണ്ടുപിടിച്ചിട്ട് അവരുടെ കണക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ടോർച്ചൊക്കെ ആയിട്ട് ചൂട്ട്
പന്തം കത്തിച്ച് ചൂട്ടൊക്കെ വീശിയിട്ട് കാട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നോക്കി, എവിടെയും കണ്ടില്ല. വൈകുന്നേരം പോണ കണ്ടതാണ്, ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവരെയും പറഞ്ഞു. അവസാനം ഗോവിന്ദരാജസ്വാമിക്ക് മനസ്സിലൊരു സംശയം തോന്നി. അമ്മ, നമുക്ക് ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ നിലയത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കണു, എല്ലാം തുറന്നു കിടക്കണു, ആരും കാണുന്നില്ല. പത്മാവതി വിളിച്ചു, ശ്രീനിവാസാന്ന് വിളിച്ചു, ലക്ഷ്മി വന്നത് ഇവരെ അറിഞ്ഞിട്ടില്ല. വാതിൽ തുറന്ന് ഉള്ളിൽ ചെന്നപ്പോണ്ട് ശിലയായിട്ട് നിൽക്കണു. ശ്രീനിവാസൻ ശിലയായിട്ട് നിൽക്കണു. വിഗ്രഹമായത് അറിഞ്ഞിട്ടില്ല, കല്ലായത് ഇപ്പോഴാണ് അറിയണത്. ഇതൊക്കെ പാരലലി നടന്ന സംഭവങ്ങളാണ്. മകനെ ശ്രീനിവാസ എന്ന് വിളിച്ചിട്ട് അലറിയത്ര. എന്താ നിനക്ക് പറ്റിയത്? കാരണം ഒത്ത പുരുഷൻ്റെ സ്വരൂപത്തിൽ നിൽക്കണം ഭഗവാൻ കല്ലായിട്ട് നിൽക്കണേ. നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് ശിലയുടെ ഉള്ളുന്നൊരു ശബ്ദം പുറത്തു വന്നു. ഭഗവാന്റെ നാദം, സ്വരം. ജനനീ എന്നത്ര വിളിച്ചു. നിനക്ക് മുക്തിയായിരിക്കണോ, നീ തുളസിമാലയായിട്ട് എൻ്റെ കഴുത്തിൽ ചേരാൻ. അടുത്ത നിമിഷം ആ ദേവി ഭഗവാന്റെ കഴുത്തിൽ തുളസിമാലയായിട്ട് ചേർന്നു എന്നാണ് പറഞ്ഞത്. തുളസിമാലയായിട്ട് അവിടെ ആവിർഭവിച്ച ഉടനെ ഗോവിന്ദരാജസ്വാമി അതെടുത്തിട്ട് ഭഗവാന്റെ കഴുത്തിലങ്ങ് ഇട്ടു. ഇന്നും വെങ്കടേശ്വര സ്വാമിയുടെ കഴുത്തിൽ കാണുന്ന തുളസിമാല വെങ്കുളാദേവിയാണെന്നാണ്, ആ യശോദയുടെ പുനർജന്മമായിട്ടുള്ള ആ മംഗളമാതാവാണെന്നാണ് സങ്കല്പം. വെങ്കടേശ്വരന് തുളസിയില കൊണ്ടുള്ള പൂജ വളരെ വിശേഷമാകണത് തുളസി മഹാത്മ്യത്തിൻ്റെ ഒപ്പം തന്നെ അത് ബഹുളമാതാവാണെന്നുള്ളതാണ് തിരുപ്പതിയിലെ വിശേഷം എന്ന് പറയണം. അതിനുശേഷം ഗോവിന്ദരാജസ്വാമിക്ക് വലിയ സങ്കടമായി. വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറിപ്പോയിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് പറയും, ശ്രീനിവാസ, നീ വല്ലാത്തൊരു ജോലിയാണ് എനിക്ക് തന്നത്. നിൻ്റെ ഭക്തർ എത്രയാ പൈസ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പോകണമെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ കയ്യും കാലും തളരുകയാണ്. ഈ കുബേരൻ തന്നതിൻ്റെ തന്നെ കണക്ക് നോക്കിയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടുമില്ല. ഞാൻ പരീക്ഷീണനാണ്. നിനക്ക് അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം വിശ്രമം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നീ ഇപ്പോൾ 2-3 മാസമായി നിനക്ക് വിശ്രമം കിട്ടി. എനിക്ക് വിശ്രമം കിട്ടി. ഞാൻ ഉറങ്ങിയിട്ടെന്ന കാലങ്ങളായി. അതുകൊണ്ട് ഇനി ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്നെ വല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് വിശ്രമം കിട്ടിയേ പറ്റൂ. ഇതിൽ ഭഗവാന്മാരൊക്കെ മനുഷ്യരെ പോലെ സംസാരിക്കുന്നവരാണ്. അവരെ നമ്മളിൽ ഒരാളായിട്ട് കാണുക. അങ്ങനെ ഭഗവാൻ അടുത്ത് അനുമതി ചോദിക്കും, വിശ്രമത്തിന് ചോദിക്കുമ്പോൾ പറയും, ജ്യേഷ്ഠ, അവിടുന്ന് തിരുപ്പതി പട്ടണത്തിൽ പോയിട്ട് വിശ്രമിച്ചോളൂ. ഉടനെ ഗോവിന്ദരാജസ്വാമി സന്തോഷം എന്ന് പറഞ്ഞിട്ട് തിരുപ്പതിയിൽ വന്ന് അവിടെ അദ്ദേഹം ഒരു സ്ഥാനം കണ്ടെത്തി. അവിടെ ഇരുന്നിട്ടാണ് ഇപ്പം പലിശ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ ഈ മോളിൽ കൊടുക്കുന്നത് ഇന്നും ആ ഡിവൈൻ അക്കൗണ്ട്സ് സൂക്ഷിക്കുന്നത് ഗോവിന്ദരാജ പെരുമാളാണ്. പക്ഷേ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കാശ് എണ്ണാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് പണമാണ് ഇന്നും വരുന്നത്. അക്കാലത്ത് കുബേരൻ കൊടുത്തതിൽ കണക്കിലുണ്ടായിരുന്നത്. അതുകൊണ്ട് മൂപ്പര് നാഴി കൊണ്ടാണ് അളന്നിരുന്നത്. ഇത്ര കിലോ എന്ന് പറഞ്ഞിട്ട് അത്ര ഇട്ടിരുന്നത് പണം. എണ്ണാൻ സമയമില്ല, ഇപ്പോഴും എണ്ണാൻ സമയമില്ല. തൂക്കമാണ്, ഇത്ര തൂക്കം അങ്ങനെയാണ് എന്നാണ് സങ്കല്പം. അപ്പം അങ്ങനെ തൂക്കം നോക്കുന്ന അളവ്, ആ അളക്കണ അളവ് പാത്രമുണ്ട്. പാവം തലോടെ എടുത്തോണ്ട് വരാൻ പോലും മൂപ്പർക്ക് സമയം കിട്ടിയില്ല. വയ്യ. നമ്മളങ്ങനെയുള്ള വീടെത്തി ബെഡ് കണ്ടാ വീഴണം. മൂപ്പർ കിടക്കാൻ ഒരു സ്ഥലം കണ്ടു, അളവ് പാത്രം തലയ്ക്ക് വെച്ചിട്ട് ഒരൊറ്റ കിടത്തോളം ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. ആ ഗോവിന്ദരാജ പെരുമാളിനെ കണ്ടറിയാം. തലയ്ക്കലിരിക്കുന്നത് നമ്മൾ വിചാരിക്കും ഉരുണ്ട തലയണയാണ്, നല്ല അളവ് പാത്രം വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക മൂപ്പരവിടെ. പത്നിമാർ 2 പേരും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂദേവി ശ്രീദേവിമാർ ഈ രൂപത്തിലാണ്. അങ്ങനെ തലയ്ക്ക് വെച്ച് കിഴ വെച്ചിട്ട് ശിലാരൂപമായിട്ട് അദ്ദേഹവും മാറി. ആ ഗോവിന്ദരാജസ്വാമി വസിച്ച് വിലസണ പ്രദേശമായതുകൊണ്ട് ആ പ്രദേശത്തിന് ഗോവിന്ദരാജ പട്ടണം എന്ന പേര് വന്നു എന്ന് പറയുന്നു. ഇതൊക്കെ കൂടാതെ അതിനുശേഷം ആ മഹാക്ഷേത്രം ലോകപ്രസിദ്ധമായിട്ട് മാറിയാണ്. അനവധി മഹാത്മാക്കളുടെ കഥയുണ്ട്. ചക്ലിയൻ ജിന്നടുവിൻ്റെ കഥയുണ്ട്, കുംഭാരഭക്തൻ്റെ കഥയുണ്ട്. അങ്ങനെ അനവധി കഥകളുണ്ട്. വരലാറ് അനവധിയാണ് ഭഗവാനെ കുറിച്ച്. അതിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു കഥ ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് 1/2 മണിക്കൂർ സമയമുണ്ട്. പണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ബാബാജി തിരുമലയിൽ വന്നിട്ടൊരു ആശ്രമം ഉണ്ടാക്കി.
അതിൽ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദിവസേന പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് തിരുപ്പതിയിൽ ഭഗവാനെ തൊഴുത് തൻ്റെ ആശ്രമത്തിലും ഭഗവാന് വേണ്ട പൂജയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പാട്ട് പാടും. ഭഗവാന്റെ ഭജനകളൊക്കെ പാടുമ്പോൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് ഭഗവാന്റെ പാട്ട് പാടി നൃത്തം ചെയ്താൽ ഇത് കുഴപ്പമുണ്ട് എന്നാ പറയുക. എന്തിനെ ഒരു യഥാർത്ഥ മാമി പറഞ്ഞ മാതിരി കുട്ടികൾ ഒരു നല്ലത് ചെയ്തപ്പോൾ നമുക്ക് കൈ തട്ടാൻ പോലും വരില്ല. ഇവിടെയൊക്കെ ഭേദമാണ്. നിങ്ങൾ ഓരോ സ്കൂളുകളിൽ ചെന്ന് നോക്കണം. ഞാൻ പല സ്കൂളുകളിലൊക്കെ അതിഥിയായിട്ടൊക്കെ പലപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് അന്നും ഇന്നും ഒരു മാറ്റമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ കുഞ്ഞു മക്കളായിരിക്കും നിന്ന് നന്നായിട്ട് വല്ല അവതരിപ്പിച്ചിട്ട് അവർ സമ്മാനം മേടിക്കുന്നുണ്ടാവും. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രം പൊട്ടുണ്ടാവും. പ്രിൻസിപ്പിൾ പോലും പൊട്ടില്ല. ബാക്കിയുള്ള അച്ഛനമ്മമാരൊക്കെ ആ കുട്ടി എന്തോ കൊടും പാതകം ചെയ്ത മാതിരി പറഞ്ഞിരിക്കട്ടോ. ടെറിബിൾ അല്ലേ മാം? ശരിയല്ലേ? നേരത്തെ മാമി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കത. അതിലൊരു പ്രധാന പോയിന്റ് മാമി പറഞ്ഞു, 12 വയസ്സ് വരെ വിളിച്ചാൽ വരും, അത് കഴിഞ്ഞാൽ വരില്ല പറഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാനത് ഹൈലൈറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യണോണ്ട് ഇത് വേറെ 1000 ആൾക്കാർ ഇനിയും കേൾക്കും. അവർക്ക് വേണ്ടിയാണ് പറയണത്. സച്ച് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വാസ് മെൻഷൻ. അത് സത്യമാണ്. നമ്മുടെ ഗ്രാമമൊക്കെ ഭാഗ്യം ചെയ്തതാണ്. ഇവിടെ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ കണ്ണുപെടാതിരിക്കട്ടെ. നിങ്ങൾ ആ കുട്ടികളെയും നേരത്തെ ഈ കുട്ടികളെ ഒഴിഞ്ഞിട്ടവര് നമ്മുടെ പിള്ളേരെയൊക്കെ ഒഴിഞ്ഞിടണം. ഭഗവാനെ ചുമക്കുന്ന കുട്ടികളുണ്ടല്ലോ അവിടെ, നമ്മുടെ ചെറുപ്പക്കാരുമായിട്ടുള്ള മക്കൾ, അവരെ എല്ലാ തേരിൻ്റെ ദിവസം എല്ലാ ദിവസവും രാത്രി അവരെ ഒഴിഞ്ഞിടണം. കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പുറത്ത് കിടന്നാലേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ നമുക്ക്. നമ്മുടെ സമീപ പ്രദേശത്തുള്ളൊരു സ്ഥലത്ത് ഒരു ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ചെറുപ്പക്കാരും ഇല്ല. സോമേട്ടൻ സാക്ഷിയാണ്. ഞാൻ ചോദിച്ചു, ഈ നാട്ടിലെ ചെറുപ്പക്കാരെവിടെയാണ് ചോദിച്ചു ഞാൻ. അന്നൊരു സൺഡേ ആണ്. ഈ വയസ്സായ ആൾക്കാരാണോ ഈ അമ്മയുടെ അമ്പലം പുനരുദ്ധരിക്കാൻ പോകണോ ചോദിച്ചു ഞാൻ. അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് വരുന്നത് എന്താ? അന്ന് അയ്യുമാമയൊക്കെ പുറകിലിരിക്കുന്നുണ്ട്, സദസ്സിൽ അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹം അവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് പറയും, നമ്മുടെ ഗ്രാമത്തിനെ കണ്ടുപഠിക്കണം വരും. അപ്പം അത് ഞാൻ പെരുമയായിട്ട് പറയില്ല, നമ്മുടെ ഭാഗ്യം. അതിന് നമ്മൾ ഭഗവാനോട് നമസ്കരിക്കാതെ അങ്ങനെ തന്നെ കാലകാലങ്ങൾ അങ്ങനെയായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കള് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. ഭഗവാന്റെ മിറ്റത്താ കുട്ടികൾ ഫുട്ബോൾ കളിച്ചിരുന്ന്. അവർക്ക് നാച്ചുറലി ഒരു ഡിവൈനിറ്റി വരും. പണ്ട് ഗുരുവായൂരപ്പൻ്റെ മിറ്റത്ത് പന്ത് കളിച്ചിരുന്ന മക്കളത്ര ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പിൽക്കാലത്ത് പൊക്കിക്കൊണ്ടുവന്നത്. അന്ന് പൂഴിമണ്ണായിരുന്നു അത്ര അമ്പലത്തിൻ്റെ ചുറ്റും. അതാ ഈശ്വരനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഈ നൃത്തം ചെയ്തത് പറയുമ്പോൾ അതിനെ പരിഹാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ദിവ്യനാമത്തിനൊക്കെ നൃത്തം ചെയ്യണതിനെ പരിഹാസമായിട്ട് കാണുന്ന പുരോഗമനവാദികളുണ്ട്. അപ്പം ഇദ്ദേഹം നൃത്തം ചെയ്തിട്ട് വെറുതെ നൃത്തമെന്നാൽ ഇദ്ദേഹം ഉന്മാദാവസ്ഥയിലോ ലയിക്കും. അങ്ങോട്ട് ലയിച്ചു പോവും. കണ്ടിട്ടില്ലേ വർക്കരികളൊക്കെ കളിക്കുന്ന പാണ്ഡരംഗനൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് ലയിച്ചു പോവും. ആ ലയനം സമാധി പോലെ ആവും. അങ്ങനെ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം ചില സമയത്ത് അതിൽ തന്നെ തുടരും. അതായത് ആ ഉന്മാദാവസ്ഥയിൽ ചിലപ്പോൾ ദിവസങ്ങൾ തുടരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനൊരു സങ്കല്പം വരും അത്രേ, ഭഗവാൻ തൻ്റെ കൂടെ ഇരുന്നിട്ട് പകട കളിക്കണു, ചെസ് കളിക്കണു, ചൂത് കളിക്കണു, ഒരു ഗെയിം കളിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നും. അപ്പം നമ്മൾ പറയില്ലേ, ഗുരു നമ്മുടെ കൂടെ ഭഗവാൻ കായകർ നുറുക്കി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു എന്നൊക്കെ പറയുന്നില്ലേ? അതുപോലെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുഭവമായിരിക്കും. എന്താണെങ്കിലും അദ്ദേഹത്തിനെ ജനങ്ങൾ കള്ളനാണെന്ന് പറയാൻ തുടങ്ങി. അയാൾ അഭിനയിക്കുകയാണ്. അത് മൂപ്പരിരുന്നിട്ട് തന്നെ പകട ശകുനിയെ പോലെ കറക്കിയിട്ടിടും. എന്നിട്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കളിയൊക്കെ ഭഗവാൻ ജയിക്കണമെന്ന് പറയുമ്പോൾ തട്ടി പറിച്ചിട്ട് കള്ളക്കളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ തന്നെ ഇരുന്നിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തണെന്നല്ലേ പറയുക. ഏറ്റവും വലിയ ഭ്രാന്തനാരാന്നറിയോ? മഹാദേവനാണ്. പരമഭ്രാന്തൻ. തമിഴിൽ അദ്ദേഹത്തിനെ വിളിക്കും പിത്താ പിറൈസൂടി പെരുമാനെ എന്നാ വിളിച്ചിട്ടുള്ളത്. ഭ്രാന്താന്ന് വിളിച്ച് ഇത്രയും സന്തോഷം അനുഭവിക്കുന്ന ഒരു ദേവം വേറില്ല. ഭ്രാന്താന്ന് വിളിച്ചു നോക്കൂ, എന്തൊരു സന്തോഷം. ഓടി വന്ന് കെട്ടിപ്പിടിക്കും. മഹാദേവ ശങ്കര എന്നൊക്കെ വിളിക്കണേക്കാട്ടിൽ സന്തോഷമാണ് പിത്താന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. അതാണ് ഭ്രാന്ത്. ആ ഭ്രാന്ത് കിട്ടാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അങ്ങനെ ഭ്രാന്ത് വരണം, ആ ഭ്രാന്തിലെത്തണം. അതാണ് സാക്ഷാത്കാരം. അപ്പോൾ ഈ ബാബാജി ഒരു ദിവസം ആശ്രമത്തിൻ്റെ പുറത്ത് എന്തോ ഒരു വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താ?
മാംസക്കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഇതാ നിൽക്കുന്നു. 8.5 അടി ഉയരം, 9 അടിയോളം ഉയരമാണ് ആ വിഗ്രഹം. അതേപോലെ ഇതാ തൊട്ടൊക്കെ നോക്കാം, അങ്ങനെ നിൽക്കണു. വന്നിട്ട് എങ്ങനെയാണോ പുണ്ടരീകൻ്റെ വീട്ടിൻ്റെ പുറത്ത് വന്നിട്ട് ആ ചെങ്കല്ലിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നത്, അതേപോലെ അവിടെ വന്ന് നിൽക്കണം. എടുത്ത വഴിക്ക് ഭഗവാനെ കണ്ടിട്ട് നമ്മളാണെങ്കിൽ നമസ്കരിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ്. ആ തലം മനസ്സിലാക്കണം. പകിട കളിക്കുക. ഭഗവാനെ കൈ കിട്ടിയ ഉടനെ കഴിച്ചു പകിട കളിക്കുക. അതാ റിലേഷനാണത്. അതായത് താൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് അങ്ങനെ കാണുകയാണെന്ന് പോലും തോന്നാത്തവണ്ണം സമ്പർക്കമുണ്ട്. അത് ദിവ്യാത്മാക്കൾക്കൊക്കെ ഉണ്ട്. ചില ആൾക്കാരുടെ മെമ്മറി തന്നെ അങ്ങനെ. ഞാൻ രാമാനുജൻ്റെ ഒരു കഥ പറയാറുണ്ട്. ചില സ്ഥലത്ത് രാമാനുജൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, ആചാര്യൻ്റെ. അവർ വളരെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് വളരുകയും ഒരു ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കുകയും ചെയ്തിട്ട് കുറേ വർഷങ്ങൾ അവർ തമ്മിൽ കണ്ടില്ല. അപ്പോൾ രാമാനുജാചാര്യർ കുറച്ച് ഫേമസ് ആയിട്ട് വരുന്ന ഒരു കാലമാണ്. ആ ഫേമസ് ആയിട്ട് വരുന്നൊരു കാലത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു 7-8 ശിഷ്യന്മാരേ ആയിട്ടുള്ളൂ, ലക്ഷക്കണക്കിനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകണത്രേ. ശ്രീരംഗത്തിൻ്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഈ കസിൻ ഓപ്പോസിറ്റ് വരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. മുണ്ടിലൊരു ബ്ലഡ്, കയ്യിലൊക്കെ ബ്ലഡ് തുടച്ചിട്ട് വരുന്നില്ല. അപ്പോൾ കണ്ട ഉടനെ തന്നെ ആദ്യം ഇങ്ങനെ കണ്ടു. നീ എത്ര കാലമായി കണ്ടിട്ട് പറയുമ്പോൾ കയ്യിൽ രക്തം കണ്ടു. അയ്യോ, എന്താ നിൻ്റെ കയ്യിൽ രക്തം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരണ വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പ് വേദന കൊണ്ട് പൊളയണം, അസല് വിഷസർപ്പം. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ വായിൽ ഒരു മുള്ള് തറച്ച് കയറിയിരിക്കുന്നു. അത് കാരണം അത് പടയായിരുന്നു എന്ന്. ആ സമയത്ത് രാമാനുജന് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഇവിടെ പോയാൽ നിങ്ങൾ നോക്കില്ലേ, അതുപോലെ ഡിസ്ട്രാക്ഷൻ വന്നു. അദ്ദേഹം അവിടുന്ന് പോണ്ടി വന്നു. ഈ കസിനും അവിടുന്ന് പിരിഞ്ഞ് രണ്ടുപേരും 2 വഴിക്ക് പോയി. 27 കൊല്ലം കഴിഞ്ഞു. അതേ വഴിയുടെ അടുത്ത് വെച്ചിട്ട് ഇവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. സുഹൃത്ത് ഇപ്പോഴും ഒറ്റയ്ക്കാണ്. രാമാനുജൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരംഗത്തേക്ക് പോകണം ആചാര്യൻ. അപ്പം അപ്പോഴേക്കും സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണുന്ന മാതിരിയാണ് ആചാര്യനെ കാണുന്നത് എല്ലാവരും. വഴിയിൽ ആൾക്കാർ നമസ്കരിച്ചുകൊണ്ടിരിക്കണം, ഒക്കെ ചെയ്യണം. ഈ കസിൻ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് വന്നാണ് അത്ര. വന്നുടനെ രാമാനുജൻ ചോദിച്ചു അത്ര, എന്നിട്ട് അപ്പം പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ആ മുള്ളെടുത്ത് കളഞ്ഞു, അതെന്നെ കൊത്തിയില്ല, ഭാഗ്യം എന്ന് പറഞ്ഞു. 2 വഴിക്ക് പിരിഞ്ഞു പോയി രണ്ടുപേരും. തലം അതാണ് അവരുടെ തലം. അതായത് നമുക്കാണ് കാലങ്ങൾ കടന്നു പോകണമെന്നുള്ളതൊക്കെ ഉള്ളത്. ഈശ്വരനിലേക്ക് ലയിക്കും തോറും, ഈശ്വരനിലേക്ക് അടുക്കും തോറും വി ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ഇൻ എ സർട്ടൺ സ്റ്റേജ്. അതവിടെ നിൽക്കും നമ്മൾ. അങ്ങനെ ബാബാജി പകിട കളിക്കാൻ വിളിച്ചു. ഭഗവാനെ ഉത്തമസ്ഥാനത്തിരുത്തി. സാധാരണ 2 പേരും കളിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ ഉയരത്തിനും വേറൊരാൾ താഴെ ഇരിക്കില്ല, ഒപ്പം ഇരിക്കുള്ളൂ. ഇത് ഭഗവാന് പക്ഷേ ഉത്തമസ്ഥാനം കൊടുത്തിട്ട് അവിടെ ഇരുത്തി ഭഗവാനെ തൻ്റെ കൂടെ പകിട കളിക്കാൻ ആവശ്യപ്പെട്ടു. ആ ബാബാജി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പകിട കളിക്കാൻ തുടങ്ങി. കളിയിൽ ബാബാജി ജയിച്ചു. ആ സമയത്ത് ഭഗവാൻ, സാധാരണ നമ്മളൊക്കെയാണെങ്കിൽ കളി തോറ്റു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഭഗവാൻ ചോദിച്ചു, നീ എന്നെ തോൽപ്പിച്ചു, നിനക്ക് എന്ത് വരാൻ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണണമെന്ന്. അങ്ങയുടെ വിശ്വരൂപം കാണിച്ചു തന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഉടനെ ഭഗവാൻ ആ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. പ്രപഞ്ചം മുഴുവൻ എന്താ വിശ്വരൂപം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, കലണ്ടറിൽ കാണുന്ന മാതിരി ഒരാൾ വടി കുത്തിയ മാതിരി എന്നിട്ട് അതിൽ കുറേ തല ഒട്ടിച്ച് വെച്ചിട്ട് കുറേ കൈ വെച്ചിട്ട് അർജുനൻ അതിൻ്റെ താഴെ തൊഴുക, അതല്ല വിശ്വരൂപം. വിശ്വത്തിലുള്ള സകല വസ്തുക്കളിലും ഭഗവാനെ കാണുന്നതാണ് വിശ്വരൂപം. വിശ്വഭാവന ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷമുടുക്ക ഉപചാരമന്ത്രം ഓർക്കുക. അപ്പോൾ ഭഗവാൻ അവിടുന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ സംസാരിക്കാമെന്നില്ല പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണി അവിടെ ദീപാരാധന അമ്പലത്തിൽ കഴിഞ്ഞാൽ ഭഗവാൻ പകിട കളിക്കാൻ അവിടെ വന്നിരിക്കും. നമ്മുടെ രവേട്ടനോട് ക്യാരംസ് കളിക്കാൻ പോയിരിക്കണം. കറക്റ്റ് സമയം അവിടെ ആളുണ്ടാവും. ഭഗവാൻ ബാബാജി വൈകിയാൽ പോലും ഇന്നെന്താ വൈകിയതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടാവും. അത്രയും ഇതായി. അങ്ങനെ പകിട കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആരോ പുറത്തു വന്നു. ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ കാണാൻ പാടില്ല. ബാബാജിയുടെ അടുത്ത് പറഞ്ഞു, പുറത്ത് പോയിട്ട് നോക്കാം ആരാ വന്നെന്ന്. ബാബാജി പുറത്തു പോയപ്പോൾ ആരും കാണാനില്ല. ശബ്ദം കേട്ടു, പക്ഷെ ആരും കാണാനില്ല. ഇവർ പുറത്തു പോയ തക്കത്തിൽ ഭഗവാൻ കഴുത്തിലത്തെ മാല, രത്നമാല ഊരിയിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ അന്തർദാനം ചെയ്തു. ഭഗവാൻ ഇങ്ങനത്തെ കുസൃതികളൊക്കെ ഭയങ്കരമാണ്. അന്തർദാനം ചെയ്ത്
തിരിച്ചു വന്ന് ബാബാജി ഭഗവാനെ കാണാണ്ട് ഈ മാല മറന്നു വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ വരുമായിരിക്കും മാല തിരിച്ചെടുക്കാൻ, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും പണ്ട്. രാവിലെ അവർ ഇരുന്നു. എന്നിട്ടും ഭഗവാനെ കാണാത്തതുകൊണ്ട് രാവിലെ ആയപ്പോൾ പാവം മൂപ്പര് ഈ മാല എടുത്തിട്ട് അവിടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ തമാശ നടക്കുന്നുണ്ട്. വിഗ്രഹത്തിൽ കിടന്ന മാല രാവിലെ കാണാനില്ല. ആ സമയത്താണ് ഈ ബാബാജി മാലയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ കട്ട്ലറാണ്, ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നൊക്കെ ചോദിച്ച് പിടിച്ച് അടിക്കാനും പിടിക്കാനൊക്കെ പോയപ്പോൾ ഒരശരീരി ഉണ്ടായി. ഞാൻ കൊടുത്തതാണ് അവന്. ഞാൻ എന്നും അവൻ്റെ കൂടെ പോയിട്ട് പകിട കളിക്കാറുണ്ട് എന്ന് വിളിച്ചു. ഹാത്തിറാം ബാബാജി എന്ന് പറയും. ഇപ്പോഴും ഹാത്തിറാം ബാബാജിയുടെ പേരിലുള്ള ആശ്രമമൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഇതേപോലെയാണ് തരികൊണ്ടയിലെ വെങ്കമാമ്പയുടെ കഥ. തരികൊണ്ടയിലെ വെങ്കമാമ്പയുടെ കഥ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അങ്ങനെയുള്ളവരുടെയൊക്കെ കഥ കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. തരികൊണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ മദനപ്പള്ളിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ 6-7 കിലോമീറ്റർ ചെല്ലുമ്പോൾ വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. തരികൊണ്ടയിലെ പ്രധാന ദേവൻ നരസിംഹസ്വാമിയാണ്. തരികൊണ്ട ആണ് സ്ഥലത്തിൻ്റെ പേര്, ഗ്രാമത്തിൻ്റെ പേര്. തരികൊണ്ട വെങ്കമാമ്പയുടെ പേരിലാണ് തിരുപ്പതിയിൽ നമ്മൾ പോയിട്ട് അന്നദാനം കഴിക്കണം, അന്നക്ഷേത്രം നിൽക്കുന്നത്. ആ അമ്മയാണ്, ഗുരുവായൂർ കാശിത്തമ്പുരാനാണ് അന്നദാനം തുടങ്ങി വെച്ചത്. സാധാരണ ഭക്തർക്ക് വരുമ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ല, അന്ന് ഹോട്ടൽസൊന്നുമില്ല. തിരുപ്പതി എന്നൊക്കെ പറഞ്ഞാൽ മലയാണ്, കഷ്ടപ്പെട്ട് കയറി വരുന്ന ആൾക്കാർക്ക് കഴിക്കാനൊന്നും ഫുഡില്ല. അന്ന് ഈ അമ്മയാണ് അത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് അമ്മയുടെ പേരിലാണ് ഈ അന്നക്ഷേത്രം നിൽക്കുന്നത്. മഹാകവയത്രിയായിരുന്നു. അനവധി യക്ഷഗാനങ്ങളും നാടകങ്ങളും ഒക്കെ സംസ്കൃതത്തിലും തെലുങ്കിലും കന്നഡത്തിലും രചിച്ചിട്ടുള്ള സാധാരണ സ്ത്രീയായിരുന്നില്ല അവർ. തരികൊണ്ടയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ആ ചെറിയ പ്രായത്തിലെ തന്നെ നരസിംഹസ്വാമിയെ ആരാധിക്കുക. ആ നരസിംഹസ്വാമിയുടെ അടുത്തൊരു ഹനുമാനുണ്ട്, വലിയൊരു പാറയാണ് ആ ഹനുമാൻ. ആ ഹനുമാൻ്റെ പുറകിൽ പോയിട്ട് ധ്യാനിക്കുക. ആ സ്ഥലത്ത് നമ്മൾ ആ പ്രദർശനം വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർ ഉള്ളിൽ പോകാൻ സമ്മതിക്കും. പോയാൽ അവിടെ ചെന്ന് നിന്നാൽ തന്നെ നമുക്കിന്ന് ഹനുമാൻ്റെ പുറകിൽ ഇന്നും നമുക്ക് ആ ചൈതന്യം അറിയാൻ പറ്റും. അവിടെ ഇരുന്ന് ധ്യാനിക്കണ ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ, ഈ കുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ചൊക്കെ കളിക്കുമല്ലോ. ചിറ്റൂരിൽ നിന്ന് തരികൊണ്ടയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഇഞ്ചട്ടി വെങ്കടാചലപതി എന്നും പറയുന്ന ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. അവനെയും ഇവളെയും കൂടെ കല്യാണം കഴിപ്പിച്ചു, കൂട്ടുകാരൊക്കെ കൂടെ. അന്ന് അമ്മയ്ക്ക് എത്ര 4 വയസ്സോ 5 വയസ്സോ, അദ്ദേഹത്തിന് ഒരു 9-10 വയസ്സ് കാണും. അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തു. അദ്ദേഹത്തിന് അവിടെ അല്ലാണ്ട് വേറൊരാളെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ലേ. അമ്മയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞാവുമ്പോൾ തന്നെ ഭഗവാൻ എൻ്റെ ഭർത്താവായി വരണം, ഭഗവാൻ എൻ്റെ ഭർത്താവായി വരണം പറഞ്ഞാൽ സങ്കല്പിച്ചു. അപ്പോൾ ഇവരെ ഇരുത്തി കല്യാണം കഴിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശ്രീനിവാസനും പത്മാവതിയാണെന്നും പറഞ്ഞിട്ടാണ് കുട്ടികൾ കല്യാണം കഴിപ്പിച്ചത്. നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയൊക്കെ അവരാടി. ഒരാൾ കുബേരൻ്റെ വേഷം, നേരത്തെ നമ്മുടെ മക്കൾ ഇവിടെ കാണിച്ചില്ലേ, അതുപോലെ വെങ്കടാചലപതി അത് മനസ്സിലേക്കെടുത്തു. അദ്ദേഹം ജ്യോതിഷത്തിൽ അതിപ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. എന്തും പറയും, മരണം പ്രവചിക്കുന്നതിലൊക്കെ അദ്വിതീയനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വെങ്കമാമ്പ അതിപ്രശസ്തയായിട്ടുള്ള ഒരു കവയത്രിയാവുന്നു. ഭഗവാന്റെ പേരിൻ്റെ ഒപ്പം ചേർത്ത് കാലാകാലം തിരുമലയിൽ അത് അറിയപ്പെടുന്നു. ജ്യോതിഷം കൊണ്ട് കണ്ടെത്തിയ ആളായിരുന്നു. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും വളർത്തുക, അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 26 വയസ്സായപ്പോൾ ഒരു ദിവസം അദ്ദേഹം സ്വന്തം അച്ഛനോട് പറഞ്ഞു, അവളെ നന്നായി നോക്കിക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞ് ഈ തരികൊണ്ട ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു കാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ളൊരു സർപ്പപ്പുറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് തൻ്റെ മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു പാമ്പ് ഇറങ്ങി വന്നു, അദ്ദേഹത്തിൻ്റെ കാലിൽ കൊത്തി അദ്ദേഹം ശരീരം വിട്ടു. കാരണം താൻ മരിക്കും 26 വയസ്സിലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അങ്ങനെ ചൈൽഡ് വിഡോ ആയി. വളരെ നേരത്തെ തന്നെ വെങ്കമാമ്പ വിഡോ ആയി. എന്നാലും ഈ ദേവൻ ഭഗവാനോടുള്ള ഭക്തി അമ്മയ്ക്ക് കുറഞ്ഞില്ല. അനവധി കാവ്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ എഴുതി. ഗ്രാമത്തിൽ തന്നെ അനവധി പേര് ശത്രുക്കളായി മാറി. അവസാനം തരികൊണ്ടേന്ന് അമ്മയെ പുറത്താക്കി. 18 വയസ്സിൽ തരികൊണ്ടേന്ന് എത്ര ദൂരം ഉണ്ടറിയോ തിരുപ്പതിക്ക്? വനമാണ്. ഇന്നും പേടിയാവും കാറിൽ നമ്മൾ ആ വഴി പോകുമ്പോൾ. ഈ പെൺകുട്ടി തിരുപ്പതിയിലെത്തി എന്നാണ് പറയുന്നത്. തിരുമലയിലെത്തി. കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെയും ഒരു സപ്പോർട്ടും അമ്മയ്ക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ്
എവിടെ താമസിക്കുന്നറിയാതെ 10-14 ദിവസത്തോളം ആ കാട്ടിൽ അവിടെ എവിടെയും കടന്ന് ഇരിക്കുമ്പോഴാണ് അന്നമാചാര്യരുടെ കുടുംബക്കാർ അമ്മയ്ക്ക് കിടക്കാനൊരു സ്ഥലം കൊടുത്തു. ഇന്നത്തെ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ പുറകിൽ അവിടെ 2 മണ്ഡപം നിങ്ങൾക്ക് കാണാം. തൊട്ടു പുറകിലുള്ള മണ്ഡപം അന്നമാചാര്യയുടെ വീട് നിന്ന സ്ഥലവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മണ്ഡപം ആൾക്കാർ തുണിയൊക്കെ തോരയിടലൊക്കെ കാണാറുണ്ട്. കരിങ്കല്ലിൻ്റെ മണ്ഡപം വൈകാനസ അർച്ചക സമിതിയുടെ ഓപ്പോസിറ്റായിട്ട് ഭഗവാൻ ആ വീതിയിൽ വരുമല്ലോ. എഴുന്നള്ളത്ത് വരുമ്പോൾ ഈ വെങ്കമാമ്പടത്തിൻ്റെ അവിടെ ഒക്കെ നിന്നിട്ട് ആരാധന സ്വീകരിക്കുന്നൊരു കഥയുണ്ട്, ഒരു പതിവുണ്ട്. അങ്ങനെ കുറച്ചു കാലം അവിടെ താമസിക്കുന്ന സമയത്ത് ദേവി അവിടെയുള്ള ചില പുരോഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്ത്രീക്ക് ഇത്രയ്ക്കും പ്രാധാന്യം കിട്ടണതും പ്രശസ്തി കിട്ടണതും ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാവണതും ഒന്നും സഹിക്കാൻ പറ്റാണ്ടായിട്ട് ദേവിയെ തിരുപ്പതിയിൽ നിന്ന് ഓടിച്ചു, തിരുമലയിൽ നിന്ന് ഓടിച്ചു. ആ അമ്മ കൊടുങ്കാട്ട് കൂടെ, അന്ന് വയസ്സെത്രയുണ്ടാവും, 23-24 വയസ്സുണ്ടാവും. ആ ദേവി കാട്ടിൽ കൂടെ ചെന്ന് തുമ്പുരുക്കോണത്ത് പോയി. ഈ തുമ്പുരു തീർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതൊരു ത്രികോണാകൃതിയിൽ വലിയ പാറകൾ ചേർന്ന് നിൽക്കുന്ന അതിനുള്ളിൽ തടാകമുള്ളൊരു സ്ഥലമാണ്. അവിടെ പോയി അനവധി അതികഠിനവും രഹസ്യവുമായിട്ടുള്ള ഉപാസനകൾ ചെയ്തിരുന്നു എന്നാണ് പറയണത് അമ്മ. അങ്ങനെ പോയി അവിടെ ഉപാസനകൾ ചെയ്ത് ഭഗവാനെ നിത്യം കാണുന്ന അവസ്ഥയായി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഭഗവാനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചതുകൊണ്ട് ദിവസത്തൊക്കെ ഞാൻ ചുരുക്കിയ പറയണത്. ഭഗവാൻ ഒരു ഗുഹാമാർഗം നിർമ്മിച്ച് ദിവസവും രാത്രിയായി ക്ഷേത്രത്തിൻ്റെ നട അടച്ച് ഏകാന്ത സേവ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ശ്രീകോവിലിനുള്ളിലെത്തിക്കും. ദേവി തൻ്റെ കയ്യിൽ സ്ത്രീധനമായിട്ട് അച്ഛൻ കൊടുത്തിട്ടുള്ള, സ്ത്രീധനം നല്ല അച്ഛൻ കൊടുത്തിട്ടുള്ള ഒരു മുത്തുമാല ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. വെങ്കടേശ്വര സ്വാമിയെ ആരാധിക്കാൻ പോലും അദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം. എന്തിനും ദ്രവ്യം വാങ്ങണ ആളാണ് ഭഗവാൻ. ഒന്നും അങ്ങോട്ട് കൊടുക്കാണ്ട് ചെയ്യരുത്. ഇത് അമ്മയ്ക്ക് ആ തത്വം നന്നായിട്ടുള്ള അതിന്ന് ഓരോ മുത്തു കൊടുക്കും. പക്ഷെ എത്ര മുത്തു കൊടുത്താലും തീരില്ല. ഒരു മുത്തു കൊടുക്കും, എന്നിട്ട് ഭഗവാൻ ആരതി ചെയ്യും. ആ ശ്രീകോവിലിനുള്ളൊരു സ്ത്രീ തനിക്ക് നിന്നിട്ട് ക്ഷേത്രം അടച്ചു കിടക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ മുത്തുകൾ കാണാൻ തുടങ്ങി. കാരണം ഭഗവാൻ കൈ പിടിക്കും, അമ്മ പോയാൽ നിലത്തിടും. നിലത്തിട്ട് കഴിഞ്ഞ് മുത്ത് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ കാണുമല്ലോ അർച്ചകർ. ഇത് ആരെയും മുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടണമെന്ന് അറിയാം. അങ്ങനെ അവസാനം ഇവർ കണ്ടുപിടിച്ചു ഒരു സ്ത്രീ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് അമ്മയാണെന്ന് അവർ കണ്ടെത്തി. അപ്പം ഇവളെങ്ങനെ ഇത്രയും ദൂരത്തുള്ള തുമ്പുരുക്കോണത്ത് നിന്ന് ഇവളെങ്ങനെ ഇവിടെ വരുന്നു? ആ സമയത്ത് അന്നും അന്നമാചാര്യരുടെ കുടുംബക്കാരാണത്രേ ആ അമ്മയുടെ മഹത്വം എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും. ഇന്നും അമ്മയുടെ ആ അമ്മ നിയോഗിച്ച ഒരു വംശത്തിൽ ഒരാൾ മുത്തല്ലഹാരതി എന്ന് പറഞ്ഞിട്ട് ദിവസം രാത്രി ഈ മുത്ത് കൊണ്ട് അവരിന്നും മുത്ത് കൊടുക്കണം. അതിൽ വെങ്കമാമ്പ വിളക്ക് എന്ന് പറയാം, തട്ട്. ആ വെങ്കമാമ്പ തട്ടിൽ അമ്മ വിളക്ക് പിടിച്ച് നിൽക്കുന്നത് ആ തട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഭഗവാൻ ആരതി ചെയ്യുന്നുണ്ട്. ആ ദേവി 84 വയസ്സ് വരെ ജീവിച്ചു. വരാഹസ്വാമിയുടെ അതിൻ്റെ അടുത്താണ് അമ്മയുടെ സമാധി. ഇപ്പം പൊളിച്ചു പെടുന്ന അവിടെ വലിയൊരു സ്മൃതി മണ്ഡപം വരികയാണ്, ധ്യാന മണ്ഡപം. ആ ആ സമാധിയിൽ 84-ാമത്തെ വയസ്സിൽ അമ്മ സമാധിയായി മരിക്കുന്ന ശരീരം വിടുന്നതിന് മുമ്പ് ഈ തൻ്റെ സഹോദരൻ്റെ പുത്രനെ 4 വയസ്സോ 5 വയസ്സുള്ള ഒരു കുട്ടിയെ ദത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ വംശമാണ് ഇന്നും ആ ആരതി ചെയ്യണത്. അപ്പോൾ അമ്മയുടെ ആ ജീവിതകാലത്ത് അമ്മ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതീവ ശക്തിയായിരുന്നു. ഭയങ്കര ശക്തിയുള്ള ഉപാസനകളുള്ള ഒരാളായിരുന്നു. ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ പോവാൻ സമ്മതിക്കില്ല. ഭഗവാൻ വന്നാൽ ഭഗവാനെ പോവാൻ സമ്മതിക്കില്ല. അങ്ങനെ ശുശ്രൂഷിക്കും. ആ അമ്മയ്ക്ക് ഭഗവാന്റെ പത്നിയാവുക ശരിക്ക് പത്മാവതിയുടെ അംശമായിരുന്നു. പത്മാവതിയുടെ ഒരു മനുഷ്യജന്മം എടുത്ത പോലെയായിരുന്നു ആ ദേവി എന്നാ പറയുന്നത്. ആ വെങ്കമാമ്പ ഭരണവർക്ക് മുഴുവൻ ഭക്ഷണം വെച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തിരുപ്പതിയിൽ ഇന്ന് അന്നക്ഷേത്രത്തിന് നമ്മളാ കഴിക്കുന്ന അന്നക്ഷേത്രങ്ങൾക്കൊക്കെ പേരതാണ്. ബഗുളാദേവിയുടെ പേരിൽ റെസ്റ്റ് ഹൗസുകളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി വെങ്കമാമ്പയുടെ പേരിലുള്ള അന്നക്ഷേത്രം ഉണ്ടാവുക. ഇങ്ങനെ 2 അമ്മമാർ, ഒരാൾ പുരാണകാലത്തുണ്ടായ ആൾ, ഒരാൾ സമീപകാലത്തുണ്ടായ ആൾ. അതേപോലെ തന്നെ മറക്കാൻ പാടില്ലാത്ത എത്രയോ ഭക്തന്മാരുണ്ട്. അന്നമാചാര്യെ പോലുള്ള മഹാത്മാക്കൾ. അന്നമാചാര്യയുടെ കൃതികളൊന്നും കിട്ടാനില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. 60കളിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു ചുമര് കല്ലൊക്കെ നീക്കി എന്ന് വൃത്തിയാക്കുന്ന സമയത്ത് അനവധി ചെമ്പോലകൾ കിട്ടി. ആ ചെമ്പോലകൾ മുഴുവൻ അന്നത്തെ TTD ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് കൊടുത്തിട്ട് അത് മുഴുവൻ ഡെസിഫർ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തു. അത് അനവധി കാലം ചെയ്ത് അതിൽ ഓരോ കീർത്തനങ്ങൾ പുറത്തെടുത്തപ്പോൾ TTD എന്ത് ചെയ്തു?
അക്കാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കളായിട്ടുള്ള വാഗ്ഗേയകാരന്മാർ, സംഗീതജ്ഞന്മാരെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പാട്ടുകൾ പാടണം പറഞ്ഞ് ഏൽപ്പിച്ച്, അങ്ങനെയാണ് MSM ഒക്കെ ഈ അന്നമാചാര്യ കീർത്തനങ്ങൾ ഇങ്ങനെ പ്രചാരത്തിൽ കൊണ്ടുവരുന്നത് ടി.ടിയുടെ ശ്രമഫലങ്ങളായിട്ടാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ കാലത്താണ് 80കളിൽ ഇവരൊക്കെ ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം ഭഗവാന്റെ ചരിത്രം പറയും, ഇവരൊന്നും അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ചന്നറെഡ്ഡി, ഡോക്ടർ ചന്നറെഡ്ഡി ചീഫ് മിനിസ്റ്ററായിരിക്കുമ്പോൾ PVR K പ്രസാദ് സാറിനെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കണം. അത് തിരുപ്പതിയുടെ ചരിത്രം മാറ്റിവിട്ടു. ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് പറയില്ല, ആ തിരുപ്പതിത്തെ ആ ദർശനത്തിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പ്ലാനിങ് എന്നൊക്കെ പറയണ ആ അതിലേക്ക് എത്തിക്കുന്നത് പ്രസാദ് സാറിൻ്റെ കാലത്ത്. ഞാൻ ഒന്നാമത്തെ ദിവസവും ഞാൻ സാറെ അനുസ്മരിച്ചിരുന്നു. സാറൊരു കാര്യം ചെയ്തു, സാറിനൊരു പുസ്തകമുണ്ട്, അതൊക്കെ വായിക്കേണ്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ 5-6 വർഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം തിരുപ്പതിയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ വലിയ ഗ്രൗണ്ട് പോലുള്ള ഏരിയ മുഴുവൻ കടകളും വീടുകളും വരുന്നു. അത് ഒഴിപ്പിച്ചതിന് അദ്ദേഹത്തിനെയും ഭാര്യയും കുട്ടിയുടെയും നേരെ നാട്ടുകാർ കല്ല് വലിച്ചെറിഞ്ഞു. അതേ ആൾക്കാർ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്നാണ്. അത് ഭഗവാൻ അങ്ങനെ ചില ആൾക്കാരെ പറഞ്ഞു വിടും ആ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ. അപ്പോൾ അദ്ദേഹം ഒരു കഥ പറയും. ഞാൻ ഈ അന്നമാചാര്യയുടെ വിഷയം പറഞ്ഞു. ഇത് മുഴുവൻ പകർത്തി എഴുതിയ വ്യക്തിയെ TTD ആദരിച്ചിരുന്നില്ല അതുവരെ. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണമെന്ന് ഭഗവാൻ തോന്നിപ്പിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം പോലെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉടനെ ഇദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് അദ്ദേഹത്തിനുള്ള പുരസ്കാരം താൻ തന്നെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ആ മഹാത്മാവിന് മിണ്ടാൻ പോലും വയ്യ, ബെഡ് റിഡറാണ്. കയ്യിൽ ഇത് വെച്ചു കൊടുത്തു, ഇങ്ങനെ നോക്കി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയത്ര. അതാണ് ആകെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ആക്ഷൻ. പിറ്റേ ദിവസം രാവിലെ പ്രസാദ് സാർ പറയണം അദ്ദേഹം ഭഗവാനെ ലയിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ആ അവസാന നിമിഷം ആ സൽക്കർമ്മം ചെയ്യാൻ ഭഗവാൻ അനുവദിച്ചല്ലോ എന്ന് പറയണം. 5 മിനിറ്റ് ഉണ്ട്. പ്രസാദ് സാറിൻ്റെ കാലത്തുണ്ടായ ഒരു മഹാത്ഭുതം കൂടെ പറയാം. ഇത് നമ്മുടെ കാലത്തുണ്ടായ അത്ഭുതമാണ്. തിരുപ്പതിയിൽ ഒരു വലിയ വരൾച്ച വന്ന് പിടിച്ചു. ആ ടാങ്ക് ഉണ്ടല്ലോ, അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഡാം എന്താ, ഗോകർണമല്ല, അതിനെന്താ പറയുമല്ലോ, ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു വലിയ തടാകമുണ്ട്. ആ തടാകം വറ്റി വരണ്ട് മണ്ണ് ക്രാക്കായി. ഒരു ഗോഗർഭം ടാങ്ക്, ഭഗവാന്റെ ഏറ്റവും വലിയ റിസർവോയറാണത്. ആ ഗോഗർഭം ടാങ്ക് വറ്റി വരണ്ട് തിരുപ്പതിയിൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ബ്രഹ്മോത്സവത്തിൻ്റെ സമയം വരണു, ഒരു തുള്ളി വെള്ളമില്ല. മഴ പെയ്തിട്ട് മാസങ്ങളായി. പ്രസാദ് സാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരുന്ന് ജ്യോതിഷികളെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാന് മുറജപം ചെയ്യണം, ലക്ഷം ഉരുവോ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും കളിയാക്കി. ഭരിക്കാൻ വന്ന ആൾക്കാർ അതൊക്കെ ചെയ്താൽ മതി, ഈ വിശ്വാസത്തിൻ്റെ ഒന്നും ഇടപെടണ്ട. എവിടെയും പറയുമല്ലോ, ഇപ്പം ഒരു ഭരണാധികാരി ഭഗവാനെ കുറിച്ച് മിണ്ടിയ പ്രശ്നമാണ്, അതൊരു മോശം കാര്യമായിട്ടാണ് പറയുക. അതുകൊണ്ടാണ് അമ്പലത്തിൽ വന്നാൽ പോലും കൈ കെട്ടിയിട്ട് ശ്രീകോവിലുള്ളിക്ക് ഇങ്ങനെ എത്തി നോക്കും. എന്നാൽ ഉള്ളിൽ വിളിക്കുന്നുണ്ട്, നെഞ്ചു പൊട്ടിയിട്ട് സ്വാമി രക്ഷിക്കണേ. പക്ഷേ അത് ഉള്ളിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പുറമെ കാണിക്കാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു നിസ്സഹായതയാണ്. പക്ഷെ PVR K പ്രസാദ് സാറിൻ്റെ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിനെ അന്ന് കളിയാക്കിയല്ല. അങ്ങനെ അദ്ദേഹം അനവധി വേദപണ്ഡിതർക്ക്, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുള്ള അനവധി വേദപണ്ഡിതരെ വിളിച്ചു വരുത്തി, കർണാടകത്തിൽ നിന്നും വിളിച്ചു വരുത്തി അതിഗംഭീരമായിട്ടത് നടത്തി. TTDയുടെ ചെലവിൽ തന്നെ, സ്പോൺസർമാരില്ലാണ്ട്. അതിന് അദ്ദേഹത്തിന് ഇന്നതേ പറഞ്ഞുള്ളൂ എന്ന് കണക്കില്ല. TTDയുടെ പണം ദൂർത്തടിച്ചു, കണ്ണി കണ്ടവർക്ക് ദക്ഷിണ കൊടുത്തു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം ആ വിഷമം മുഴുവൻ ഭഗവാന്റെ അടുത്താണ് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ ഞാൻ നിൻ്റെ സന്തോഷത്തിനാണ് ഇത് ചെയ്യണത്. പക്ഷേ മഴ പെയ്തില്ല. യജ്ഞം കഴിയാറായി, അവസാനത്തെ ദിവസമായി, മഴ പെയ്തില്ല. അപ്പോഴേക്കും പരിഹാസം അതിൻ്റെ പാരമ്യത്തിലെത്തി. പത്രമാധ്യമങ്ങളിൽ വരെ അദ്ദേഹത്തിനെ കൊള്ളിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ വന്നു. ഇതൊക്കെയായി അന്നത്തെ ദിവസം ആ സംഭവം നടക്കണേൻ്റെ അന്ന് വൈകിട്ട് മലയപ്പസ്വാമി പുറത്തേക്ക് എഴുന്നള്ളി. മലയപ്പം പുറത്തെഴുന്നള്ളി ഭഗവാൻ അങ്ങനെ ആ വീതിയിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടിമിന്നൽ ഉണ്ടായി, ഒരു ശബ്ദം കേട്ടു. ആരും പ്രിപ്പയർഡ് ആയിരുന്നില്ല. രസം എന്താ വെച്ചാൽ ആ ഗോഗർഭത്തിൻ്റെ അവിടേക്കാണ് അത്ര പോകേണ്ടിയിരുന്നത്. ആറാട്ടായിരുന്നു ഭഗവാന്റെ. അവിടെ വെള്ളമില്ലാണ്ട് എന്താ ആറാട്ടം വരും. ഒരു കുട്ടി മാത്രം കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഒരു കുട്ടി മാത്രം കുട റെഡിയായിട്ട് അത്ര വന്നിരുന്നത്. ഭഗവാന് പോലും ഒരു കുട എടുത്തിട്ടില്ല.
അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പെരുമഴ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ വിഗ്രഹം തൂക്കിയെടുത്തിട്ട് ആൾക്കാർക്ക് ആനന്ദ നിലയത്തിലേക്ക് ഓടേണ്ടി വന്നു. നിന്നു പെയ്തു മഴ, തിരുപ്പതി ഫ്ലഡ് ഉണ്ടായി. അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാന്റെ കൃപ വേദത്തിൻ്റെ ശക്തി. അപ്പോൾ ഇത്രയും നമ്മുടെ കാലഘട്ടത്തിൽ നടന്ന ഈ ഒരു കഥയും കൂടെ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെയൊക്കെ മനസ്സെത്ര നിറഞ്ഞോ ഇല്ലയോ എന്ന്. എൻ്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. കാരണം ഭഗവാന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടെന്ന് വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുക. ഭഗവാന് നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ടൊരു നേദ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ രുചി നമ്മുടെ നാക്കിൽ വരും. ഒരു തുള്ളി ജലം ഭഗവാന്റെ ശിരസ്സിൽ ഒഴിക്കുമ്പോൾ ആ തണുപ്പ് മൂർധാവം നമുക്ക് അകത്തിറങ്ങണമെന്നറിയും. അത് ഭഗവാന്റെ തൃപ്തിയാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് സന്തോഷമായി എന്നൊന്നും പറയില്ല. അനുഭവത്തിൽ കൂടെ ഭഗവാൻ പറയും. പിന്നെ ഇടയ്ക്ക് ചില കുസൃതിയൊക്കെ കാണിക്കും, അത് ക്ഷമിക്കുക. പരോക്ഷപ്രിയ ദേവ എന്നാണ്. കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുക. എവിടെയാണ് എപ്പോഴാണ് ഭഗവാൻ തൻ്റെ സന്ദേശം നമുക്ക് കൊണ്ടുതരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ തലയിൽ ചെറുപ്പം തൊട്ടിട്ട് അടിച്ചു കയറ്റിയിട്ടുള്ള മണ്ടനാശയങ്ങളും വെച്ചിട്ട് വികലമായിട്ടുള്ള ഒരളവ് ഉപകരണമാണ് മനസ്സ്. അത് വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു വസ്തുവിനെ അളക്കാൻ പോലും ഒരു ഡിഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വസ്തുവിനെ അളക്കരുത്. ഒന്ന് മാത്രം ആലോചിക്കുക, സ്വന്തം പേര് പോലും തലയ്ക്കൊരു ഇടിവെട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഒരു ചാക്ക വീണാൽ തീരാവുന്നതേ ഉള്ളൂ. അൽഷൈമേഴ്സ് വന്നാൽ ഓർമ്മ പോയ ഐഡൻറ്റിറ്റി പോലും ഇല്ല. നമുക്ക് ഈ തന്ന പേര് പോലും ആരോ നമുക്ക് തന്നതാണ്. ജനിച്ച ഉടനെ നമ്മളെ എടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടേ കടത്തിയിരുന്നെങ്കിൽ, വേറൊരു ജാതിയിലോ മതത്തിലോ ആയിരുന്നെങ്കിൽ നമ്മൾ അറിയോ? അറിയില്ല. പിന്നെ എന്തിൻ്റെ മുകളിലേക്ക് കിടന്ന് അഹങ്കാരം കാണിക്കണത്? സ്വന്തം പേര് പോലും നമുക്ക് സ്വന്തമായിട്ടില്ല. അത് ഓർത്താൽ മതി. ആ നിസ്സാരത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനാണറിയോ നിസ്സാരത മനസ്സിലാക്കേണ്ടത്? നമ്മൾ എത്ര അനശ്വരരാണെന്ന് മനസ്സിലാക്കാനാണ്. അല്ലാണ്ട് സെമറ്റിക് സിസ്റ്റങ്ങളിലെ പോലെ ഓ നീ പാപിയാണ്, നിന്റെ ജീവിതം പോയി, അതിന് പറയാനല്ല. ഭഗവാൻ വിളിച്ചു അർജുനെ അമൃതസ്യ പുത്ര, അമൃതത്തിൻ്റെ മകനെ എന്നാണ് വിളിച്ചത്. അത് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളൂ. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഓരോ പുരാണ കഥയും പറഞ്ഞു വെച്ചിട്ടുള്ളത്. വെങ്കടേശ പുരാണം ആരെഴുതിയും നമുക്കറിയില്ല. വ്യാസമഹർഷിയുടെ പേരിലാണ് നമ്മളിതെന്ന് അറിയപ്പെടുന്നത്. എന്താണെങ്കിലും അത് എഴുതിയവരും പ്രചരിപ്പിച്ചവരുമായിട്ടുള്ള മഹാത്മാക്കളെ ഒക്കെ സാഷ്ടാക്കം നമസ്കരിക്കുക. വെങ്കമാമ്പ തന്നെ എഴുതിയിട്ടുണ്ട് വെങ്കടാചല മഹാത്മ്യം, അമ്മയുടെ രീതിയിൽ. വളരെ വിശേഷമായിട്ടുള്ളൊരു പുസ്തകമാണ്. മുമ്പൊക്കെ TTDയിൽ കിട്ടിയിരുന്നു. ഇപ്പം നെറ്റിലൊക്കെ കിട്ടുമായിരിക്കും, PDF നോക്കിയാൽ കിട്ടും. പക്ഷെ വെങ്കടാചല മഹാത്മ്യം മൂലം ഇന്നലെ മാമി എന്നോട് ചോദിച്ചിരുന്നു. സംസ്കൃതം മൂലം നെറ്റിലുണ്ട്, ഐ വിൽ സെൻഡ് ഇറ്റ് യു, അയച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഏത് കഥ കേൾക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഭഗവാനെ കാണാൻ ശ്രമിച്ചാൽ അതിൻ്റെ അന്തരാർത്ഥം കിട്ടും. അല്ലാണ്ട് കഥയായിട്ട് വിഴുങ്ങി തമ്മിൽ തല്ലരുത്. നമ്മൾ ഓൾറെഡി ഒരുപാട് കാലം ജാതി പറഞ്ഞ് തമ്മിൽ തല്ലി. ഇപ്പം പുതിയൊരു പരിപാടി തുടങ്ങിയിട്ട് ആധ്യാത്മിക ജാതി. ശിവൻ്റെ ആള്, കൃഷ്ണൻ്റെ ആള്, വിഷ്ണുവിൻ്റെ ആള്, ദേവിയുടെ ആള്. ആ പരിപാടി വേണ്ട. ധർമ്മം ഒന്നിച്ച് നിൽക്കണം, വളരേണ്ടത്. നേരത്തെ ഇവിടെ നിന്നാൽ മക്കൾക്ക് നമ്മളെ മാതൃക കാണിച്ചു കൊടുക്കണം. അവരുടെ കാലത്ത് ഇതൊക്കെ നിൽക്കും, അത് ഉറപ്പാണ്. അത് ആര് വിചാരിച്ചാലും ഇല്ലാണ്ടാവില്ല. നമ്മുടെയൊക്കെ കാലം കടന്നു പോവും, ഈ ശരീരം പോവും, ഇനിയും ശരീരങ്ങൾ വരും. അന്നും നമ്മൾ ഈ ലക്ഷ്മീനാരായണ സ്വാമിയും വിശ്വനാഥ സ്വാമിയും വെങ്കടാചലപതിയും ഗുരുവായൂരപ്പനെയും ഒക്കെ തൊഴാൻ പോവും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് എന്താ? ഈ ശരീരത്തിലേക്കേ വരാതിരിക്കുക എന്നുള്ളതാണ്. തുള്ളിയായിരിക്കണം നമ്മൾ. കടലിലേക്ക് പോയി വീണ് കടലായി മാറണം. പിന്നെ ഞാൻ തുള്ളിയാണ്, ഈ തുള്ളിയാണ്, ആ തുള്ളിയാണെന്ന് പറയാൻ പറ്റരുത്. അതിലേക്കുള്ള ശ്രമം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. പൊന്നു ഗുരുവായൂരപ്പൻ, ലക്ഷ്മീനാരായണൻ, ഭൂദേവി ശ്രീദേവി സമേതനായിരിക്കണം ഭഗവാൻ. അതേപോലെ വെങ്കടേശ്വര പെരുമാൾ, പത്മാവതി ലക്ഷ്മി സമേതനായിരിക്കണം ഭഗവാൻ. സമസ്ത പരിവാരങ്ങളോടും കൂടി നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വസിച്ച് നിങ്ങളെ എല്ലാവരെയും, ഈ ഗ്രാമത്തിനെയും ഈ ദേശത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, ഇത് ശ്രമിക്കുന്ന എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ലക്ഷ്മീനാരായണ പെരുമാളുടെ തൃപാദങ്ങളിൽ ഈ വെങ്കടാചല മഹാത്മ്യം എന്ന് പേരോട് കൂടിയിട്ടുള്ള ഈ പുണ്യപുരാണത്തിൻ്റെ ചരിത്രത്തെ അതിൻ്റെ സകല നന്മയോടും തെറ്റുകുറ്റങ്ങളോടും കുറവുകളോടും സകലോടും കൂടിയിട്ട് ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തെറ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ മാത്രമാണ്. ഭഗവാനെ എല്ലാവരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ നാരായണനാമം ചെല്ലാം, 2 പ്രാവശ്യമെങ്കിലും ചെല്ലാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഗുരുവായൂരപ്പ ശരണം സർവേശ്വര.